ഇരുകരങ്ങളും ഉയർത്തിപ്പിടിക്കാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അവിടുത്തെ നിസ്സീമമായ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെല്ലാവരെയും നയിക്കണമേ. പുത്രനായ യേശുവേ, കൃപയുടെ നദിക്കരയിലേക്ക് ഞങ്ങളെ ആനയിക്കണമേ. പരിശുദ്ധാത്മാവേ, സഹവാസത്തിന്റെ ശക്തിയുമായി ഞങ്ങളെ സജീവമാകണം. പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസം. എല്ലാവരും അത് പറയാം. പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസം. പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസം. പല ആവർത്തി ഒന്ന് വായിക്കൊണ്ട് പറഞ്ഞേ. പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസം. കൈകളെ താഴ്ത്തിയിടുക. കണ്ണ് തുറക്കുക. ഇങ്ങോട്ട് നോക്കുക. നന്നായിട്ട് ശ്രദ്ധിക്കുക. ദൈവത്തെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ദൈവത്തിൽ മൂന്നാളത്വങ്ങളാണ് നാം ദൈവത്തെ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ നാം കാണുന്നത്. ആ മൂന്നാളത്വങ്ങളെ 3 പേരുകൾ കൊണ്ടാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. ആരൊക്കെയാണ് ആ മൂന്നാളത്വങ്ങൾ ദൈവത്തിലുള്ളത്? അതിലൊരു പിതാവുണ്ട്, അതിലൊരു പുത്രനുണ്ട്, അതിലൊരു പരിശുദ്ധാത്മാവുണ്ട്. അപ്പോൾ ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്വത്തിലെ ഈ 3 ആളത്വങ്ങളെ സ്തുതിക്കുകയാണ്, അല്ലെങ്കിൽ പുകഴ്ത്തുകയാണ്, അല്ലെങ്കിൽ ആരാധിക്കുകയാണ് ആരാധന എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ദൈവത്തെ ആരാധിക്കുന്നത്? പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന, ആത്മാവാം ദൈവത്തിന്, ത്രിയേക ദൈവത്തിന് ആരാധന. അപ്പോൾ ഈ 3 ആളത്വങ്ങളെ സഭാപിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുമ്പോൾ അവർ നമ്മെ തരംതിരിച്ച് പഠിപ്പിച്ചിരിക്കുകയാണ്. ഈ 3 ആളത്വങ്ങളെ ഒരുമിച്ച് വിളിക്കുന്നതാണ് ത്രിയേകത്വം. പറഞ്ഞു നോക്കിയ പദമൊന്ന് ത്രിയേകത്വം. ഇംഗ്ലീഷിൽ ട്രിനിറ്റി. ഓക്കെ, 3 ആളത്വങ്ങൾ. അപ്പോൾ ദൈവത്തെ എങ്ങനെയാണ് നമ്മൾ സ്തുതിക്കുന്നത്? പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. നമുക്ക് എഴുന്നേറ്റ് നിന്ന് എല്ലാവർക്കും എഴുന്നേൽക്കാം. 2 കൈകളെയും തട്ടി നമുക്ക് ഒരുമിച്ച് പാടി ആരാധിക്കാം. ത്രിയേക ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് ആരാധന, പുത്രനാം യേശുവിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. പിതാവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, പുത്രനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, ത്രിയേക ദൈവമേ ആരാധന. ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന, പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം യേശുവിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. Father God, we worship you. Son Jesus, we worship you. Holy Spirit God, we worship you. Worshiping the Holy Trinity. Father God, we worship you. Son Jesus, we worship you. Holy Spirit God, we worship you. Worshiping the Holy Trinity. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം യേശുവിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുകരം ഉയർത്തിപ്പിടിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 നന്നായിട്ട് കരം ഉയർത്തി വിളിക്കാം. ഈശോയെ
ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോ ഹല്ലേലൂയ 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 സ്വരമുയർത്തി കരമുയർത്തി ഒറ്റ വിളി വിളിക്കുക. ഈശോയേ ഈശോ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടണം, അവിടുത്തെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടണം. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാൻ ഇരുകരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. അന്നു വേണ്ടുന്ന ഈ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ സമ്മതിക്കല്ലേ, പിന്നെയോ ദുഷ്ടങ്ങൾ ഞങ്ങളെ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കുരിശിൻ ചുവട്ടിലെ അമ്മേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. 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 കുരിശിൻ ചുവട്ടിലെ അമ്മ ധീരവനിതയായി നിന്നു. നമ്മുടെ എല്ലാം ധ്യാനം കുരിശിൻ ചുവട്ടിലെ മാതാവിലേക്ക് ഈ നിമിഷം അർപ്പിക്കാം. നിശബ്ദ മൂകസാക്ഷിയായി തൻ്റെ പ്രിയ മകൻ കുരിശിൽ നഗ്നനായി തല ചായ്ച്ച് തൻ്റെ സ്വന്തം തോളിൽ തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദേഹമാസകലം മുറിവേറ്റ തൻ്റെ പ്രിയ കുമാരൻ പുത്രൻ്റെ മുമ്പിൽ ഇതാ ആ കുരിശിൻ ചുവട്ടിൽ നഗ്നപാതയായി ഇതാ ആ അമ്മ നിശബ്ദ സാക്ഷിയായി നിൽക്കുകയാണ്. അന്നവൾ നിശബ്ദയായിരുന്നു, ഇന്നവൾ നിശബ്ദയല്ല. നിനക്കും എനിക്കും വേണ്ടി അവൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയെ സ്വീകരിച്ചുകൊണ്ട് കുരിശിൻ ചുവട്ടിലെ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന ധ്യാനം നമ്മുടെ ഹൃദയത്തിൽ ഈ നിമിഷത്തിൽ കൊണ്ടുവരാം. Mother Mary, at the foot of the cross, please do pray for us. Mother Mary, at the foot of the cross, please do pray for us. കുരിശിൻ ചുവട്ടിലെ അമ്മേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കുരിശിൻ ചുവട്ടിലെ അമ്മേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കുരിശിൻ ചുവട്ടിൽ അമ്മ ധീരവനിതയായി നിന്നു. കുരിശിൻ ചുവട്ടിൽ അമ്മ മൂകസാക്ഷിയായി നിന്നു. ഓ കുരിശിൻ ചുവട്ടിലെ അമ്മേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കുരിശിൻ ചുവട്ടിലെ അമ്മേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയം എപ്പോഴും ഞങ്ങൾ ഓടി ഒളിക്കുന്ന ഒരു അഭയസ്ഥാനമാണ്. ആ നീലക്കാപ്പ കൊണ്ട് ഇന്നിവിടെ വന്നിരിക്കുന്ന ഓരോ മക്കളെയും ചുറ്റണമേ. അമ്മയോടുള്ള സ്നേഹത്തിൽ, ഈശോയോടുള്ള വലിയ ഭക്തിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങയോടുള്ള സ്നേഹം വർദ്ധിക്കുവാൻ പിതാവായ ദൈവമേ അവിടുന്ന് ഇടവരുത്തണമേ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമാ ദിവ്യകാരുണീശോയ്ക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും നീക്കും. ആമേൻ. ഇരിക്കാം, സംസ്ഥാനങ്ങളിൽ ഇരിക്കാം. ഇത് എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വചനമാണ് ഇന്ന് കേൾക്കുന്നത്. ഞാൻ പലരോടും നിർബന്ധിച്ച് പറഞ്ഞു, കുറച്ച് വ്യാഴാഴ്ചകൾ നിങ്ങൾ ഒരു നിയോഗം ഏറ്റെടുത്തുകൊണ്ട് തുടർമാനമായിട്ട് വ്യാഴാഴ്ചകൾ മുടക്കാതെ എങ്കിലും വരിക. 5 ദിവസം ധ്യാനം കൂടുവാൻ ശേഷിയുള്ളവർക്ക് അങ്ങനെയും
എന്നാൽ വ്യാഴാഴ്ച മാത്രമായിട്ടെങ്കിലും കടന്നു വരാൻ കഴിയുമെങ്കിൽ ഇത് നമുക്ക് വലിയ പ്രയോജനമാക്കി തീർക്കാം. ഞങ്ങൾ ഈ ആഴ്ചകളിൽ പലയിടങ്ങളിൽ ശുശ്രൂഷ കഴിഞ്ഞ് ഓടി ഈ വ്യാഴാഴ്ച തോറും ഡിവൈനിലെത്തുന്നതിൻ്റെ ലക്ഷ്യം തന്നെ ഈ വ്യാഴാഴ്ച വരുന്നവർക്ക് വലിയൊരു അനുഗ്രഹമായി തീരാൻ വേണ്ടിയാണ്. ഈ വ്യാഴാഴ്ച ഇവിടെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഞങ്ങൾ മംഗലാപുരത്ത് ശുശ്രൂഷയ്ക്കായിട്ട് ഇവിടുന്ന് പോകുകയാണ്. നാളെ രാവിലെ മുതൽ മംഗലാപുരത്ത് ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ ശുശ്രൂഷകളെല്ലാം അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എബ്രായ ലേഖനം ഹീബ്രൂസ് ചാപ്റ്റർ 7 verses 17. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വചനം. എബ്രായർ 7:17. എബ്രായർ 7:17. യെസ്. എന്തെന്നാൽ നീ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനാകുന്നു എന്ന് അവനെക്കുറിച്ച് സാക്ഷ്യമുണ്ട്. ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? കുറച്ചു നേരം ശ്രദ്ധിക്കണമേ. തല പൊക്കുക, കണ്ണ് തുറക്കുക, നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ എബ്രായ ലേഖനത്തിലും ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിലും മാത്രം കാണുന്ന ഒരു വ്യക്തിയാണ് മൽക്കിസദേക്ക്. ഒന്ന് പറഞ്ഞു നോക്കിയ പദം മെൽക്കിസദേക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം, മെൽക്കി എന്ന എബ്രായ പദത്തിൻ്റെ അർത്ഥം ദ കിങ്, രാജാവ് എന്നാണ്. അപ്പം സാദേക്ക് എന്ന എബ്രായ പദത്തിൻ്റെ അർത്ഥം നീതിയുടെ എന്നാണ്. അപ്പം മൽക്കിസദേക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം നീതിയുടെ രാജാവ് എന്നാണ്. എന്താണ് മൽക്കിസദേക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം? നീതിയുടെ രാജാവ്. ഹല്ലേലൂയ. കിങ് ഓഫ് റൈച്ചസ്നെസ്, നീതിയുടെ, കിങ് ഓഫ് ജസ്റ്റ് അല്ലെങ്കിൽ നീതിയുടെ രാജാവ്. ഈ മൽക്കിസദേക്ക് ആരായിരുന്നു? ഈ മൽക്കിസദേക്കിൻ്റെ പൗരോഹിത്യമാണ് ഈശോ പേറുന്നതെന്ന് ഈശോ ആവശ്യപ്പെടുകയാണ്, ഈശോ പറയുകയാണ്. അപ്പോൾ ഈ മൽക്കിസദേക്ക് ആരായിരുന്നു? എന്താണ് ഈ ഈശോ പേറുന്ന മൽക്കിസദേക്കിൻ്റെ പൗരോഹിത്യം കൊണ്ട് നമുക്കുള്ള പ്രയോജനം? അതാണ് ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നന്നായിട്ട് വചനം കേൾക്കാനായിട്ട് കൈയടിച്ച് ഒന്നുകൂടെ കർത്താവിനെ സ്തുതിച്ച്, നല്ലതായിട്ടൊന്ന് കൈയടിച്ചൊന്ന് സ്തുതിച്ച്. അപ്പോൾ ഈ മൽക്കിസദേക്ക് ശാലേം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ രാജാവായിരുന്നു. യുദ്ധം ജയിച്ചു വന്ന അബ്രഹാമിനെ എതിരേറ്റ് മൽക്കിസദേക്ക് ബലിവസ്തുക്കളാകുന്ന വീഞ്ഞും അപ്പവുമായി മൽക്കിസദേക്ക് അബ്രഹാമിനെ എതിരേൽക്കുന്നത് ഉൽപ്പത്തി 14 നമ്മൾ കാണുകയാണ്. അപ്പോൾ ഈ മൽക്കിസദേക്ക് എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ഈ മൽക്കിസദേക്കിൻ്റെ പൗരോഹിത്യം പേറുന്നതെന്ന് ഞാൻ ഒറ്റ വാക്കിൽ പറയാം. 2 പൗരോഹിത്യങ്ങൾ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് ലേവി ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ്, മറ്റൊന്ന് മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ്. ആരാണ് ലേവി ക്രമപ്രകാരമുള്ള പൗരോഹിത്യം ആരംഭിക്കുന്നത് യാക്കോബിൻ്റെ മകനായ, യാക്കോബിന് 12 മക്കളായിരുന്നു. ആ 12 മക്കളുടെ ഒരാളുടെ പേരാണ് ലേവി. ആ ലേവിക്കും അവൻ്റെ മക്കൾക്കുമാണ് പൗരോഹിത്യം എഴുതി കൊടുത്തിരുന്നത്. അപ്പോൾ ലേവിയും അവൻ്റെ മക്കളുമാണ് പൗരോഹിത്യം സ്വീകരിച്ചിരുന്നതും പുരോഹിതന്മാരായിരുന്നതും. എന്നാൽ ലേവി ക്രമത്തിൽ ഉൾപ്പെടാത്ത, ലേവി കുടുംബത്തിൽ ജനിക്കാത്ത മറ്റൊരു പുരോഹിതനും വേറൊരു പൗരോഹിത്യവും പഴയ നിയമത്തിൽ തന്നെയുണ്ട്. ആ പൗരോഹിത്യമാണ് യേശുക്രിസ്തു തൻ്റേതായി സ്വീകരിക്കുന്നത്. ലേവി പൗരോഹിത്യ പ്രകാരം യേശുക്രിസ്തുവിന് പുരോഹിതനാകാനും നമുക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കാനും കഴിയുകയില്ല. കാരണം യേശു ജനിച്ചത് ലേവി ഗോത്രത്തിലല്ല, ഈശോ ജനിച്ചത് യഹൂദാ ഗോത്രത്തിലാണ്. യഹൂദാ ഗോത്രത്തിൽ ജനിക്കുന്ന ആൾക്ക് ലേവി ഗോത്രത്തിൽ ജനിച്ച ആളുടെ കീഴിൽ ഉള്ള പൗരോഹിത്യം സ്വീകരിക്കാനും പുരോഹിതനാകാനും കഴിയാത്തത് കൊണ്ട് ഇതാ യേശു എന്നേക്കുമുള്ള പുരോഹിതനാണ്, നിത്യപുരോഹിതനാണ്. പക്ഷേ യേശു പുരോഹിതനായിരിക്കുന്നത് ലേവി ക്രമപ്രകാരമല്ല, പിന്നെയോ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമാണ്. ഇത്രയും മനസ്സിലായെങ്കിൽ ഒന്ന് കൈയടിച്ചൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഓക്കെ, ഇനി ശ്രദ്ധിച്ച് കേൾക്കുക. ലേവി പൗരോഹിത്യത്തിൽ ആണ് നമ്മൾ ഈ മൃഗബലി മുഴുവൻ പഴയ നിയമത്തിൽ കാണുന്നത്. ആടിനെ, മാടിനെ, പ്രാവിനെ, ധാന്യത്തെ ഒക്കെ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നത്. ആടിനെ വെട്ടിക്കൊന്ന് അതിൻ്റെ ശരീരം, മജ്ജ, മേധസ് ഇതെല്ലാം വേർതിരിച്ച് ഈ ചുടുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് ചുട്ട് ആ ചുടലിൻ്റെ പുക മുകളിലോട്ട് ഉയരുമ്പോൾ ആ ഉയരുന്ന പുകയിൽ ദൈവപ്രസാദം കാണുന്ന പൗരോഹിത്യമാണ് നമ്മൾ പഴയ നിയമത്തിൽ ലേവ്യ ക്രമപ്രകാരം കാണുന്ന പൗരോഹിത്യം. എന്നാൽ ലേവ്യ ക്രമപ്രകാരം വരുന്ന പൗരോഹിത്യത്തിന് മുമ്പ്
മറ്റൊരു പൗരോഹിത്യം ഉണ്ടായിരുന്നു. ആ പൗരോഹിത്യത്തിൽ ആടിനെ കൊല്ലലില്ല, മാടിനെ കൊല്ലലില്ല, പ്രാവിനെ കണ്ടിക്കലില്ല, ധാന്യമർപ്പിക്കലില്ല. ആ പൗരോഹിത്യത്തിൽ ഉണ്ടായിരുന്ന ഒരൊറ്റ അർപ്പണമായിരുന്നു. ആ അർപ്പണമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പവും വീഞ്ഞും കൊണ്ട് മൽക്കിസദേക്ക് അബ്രഹാമിനെ എതിരേറ്റു. ഹല്ലേലൂയ. എന്താണ് മൽക്കിസദേക്ക് കയ്യിലെടുത്തത്? അപ്പവും വീഞ്ഞും. കരമുയർത്തി ഒന്ന് പറഞ്ഞേ, അപ്പവും വീഞ്ഞും. എന്താണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പെസഹായുടെ നാളിൽ കയ്യിലെടുത്തത്? അപ്പവും വീഞ്ഞും. മൽക്കിസദേക്ക് എന്താണ്? 14-ാം അധ്യായം ആരംഭ പുസ്തകമായ ബൈബിളിലെ ആരംഭ പുസ്തകത്തിന്റെ പേര് പറഞ്ഞേ, ഉൽപ്പത്തി. അവിടെ ഉൽപ്പത്തി 14-ൽ മൽക്കിസദേക്ക് കയ്യിലെടുത്ത എന്താണ്? അപ്പവും വീഞ്ഞും. ഈശോ പെസഹായുടെ നാളിൽ കയ്യിലെടുത്ത എന്താണ്? അപ്പവും വീഞ്ഞും. എന്നാൽ ഇതിനിടയിൽ കാണുന്ന പുരോഹിതരെല്ലാം കയ്യിലെടുത്ത എന്താണ്? പറഞ്ഞു ആടിൻ്റെയും മാടിൻ്റെയും ശരീരം. അപ്പവും വീഞ്ഞും കൊണ്ടുള്ള ബലിയർപ്പണം അതെവിടെ തുടങ്ങിയതാണ്? അത് സ്വർഗത്തിൽ എന്നേക്കുമായുള്ള അർപ്പണമാണ്. അതുകൊണ്ടാണ് ഈശോ ആവർത്തിച്ച് യോഹന്നാൻ 6-ൽ പറയുന്നത്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു. കൈയടിച്ചൊന്ന് സ്തുതിച്ചോ. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു. ഒരാൾക്ക് കൈ കൊടുത്ത് പറഞ്ഞേ, ഈശോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന. ഒരാൾക്ക് കൈ കൊടുത്ത് പറഞ്ഞേ, ഈശോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ്. സ്വർഗത്തിൽ നിന്ന് അപ്പം ഇറങ്ങി വരണമെങ്കിൽ സ്വർഗത്തിൽ അപ്പം ഉണ്ടാകണ്ടേ? ഹലോ, സ്വർഗത്തിൽ നിന്ന് അപ്പത്തിൻ്റെ രൂപത്തിൽ അവൻ ഇറങ്ങി വരണമെങ്കിൽ സ്വർഗത്തിൽ അപ്പം ഉണ്ടാകണ്ടേ? ഹല്ലേലൂയ. അപ്പം ഇനി മൽക്കിസദേക്ക് എടുത്ത അപ്പം ഏതപ്പമാണ്? അബ്രഹാമിനെ എതിരേറ്റ മൽക്കിസദേക്ക് എടുത്ത അപ്പം ഏതപ്പമാണ്? മൽക്കിസദേക്ക് എടുത്ത വീഞ്ഞ് ഏത് വീഞ്ഞാണ്? അപ്പവും വീഞ്ഞും എന്ന് പറയുന്നത് നിത്യമായി കഴിഞ്ഞകാല നിത്യത മുതൽ വരുംകാല നിത്യത വരെ ദൈവത്തിന് സംശയം കൂടാതെ ഭേദം കൂടാതെ ദൈവത്തിന് അർപ്പിക്കുന്ന ഒരു ബലിയാണ് ഏത്? അപ്പവീഞ്ഞങ്ങളുടെ ബലിയർപ്പണം. അതുകൊണ്ടാണ് ഈശോ ആവർത്തിച്ച് പറയുന്നത്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു. പെസഹായുടെ നാളിൽ ഈശോ കയ്യിലെടുത്തത് അപ്പമാണോ ശരീരമാണോ? കേട്ടില്ല. അപ്പമാണ് ഈശോ കയ്യിലെടുത്തേ. വാഴ്ത്തിയത്, നുറുക്കിയത് എല്ലാം അപ്പമാണ്. പക്ഷെ കൊടുക്കുമ്പോൾ ഈശോ പറയുന്നു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം. അപ്പമെടുത്തു, അപ്പമുയർത്തി, വാഴ്ത്തി. ഇതാ വാഴ്ത്തലിന് ശേഷം ഈശോ പറയുകയാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്. അപ്പോൾ ഈശോ ആരാണ്? സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവന്റെ അപ്പമാണ്. ഇതാരാ ആദ്യമേ കൈകാര്യം ചെയ്തേ? പഴയ നിയമത്തിൽ ഇത് കൈകാര്യം ചെയ്ത ആളുടെ പേരാണ് മൽക്കിസദേക്ക്. മൽക്കിസദേക്ക് എന്ന വാക്കിന്റെ അർത്ഥം അറിയാവുന്നവരൊന്ന് കരമുയർത്തി പറഞ്ഞേ. മൽക്കിസദേക്ക് എന്ന വാക്കിന്റെ അർത്ഥം നീതിയുടെ രാജാവ്. ഒന്നുകൂടെ പറഞ്ഞേ, നീതിയുടെ രാജാവ്. ഹല്ലേലൂയ. അപ്പൊ ഇപ്പൊ നമ്മൾ ആരെ കാണുകയാണ്? ഈശോയെ കാണുകയാണ്. ഇത്രയും നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് എബ്രായർ 7:17 ഒന്നുകൂടെ രാജേട്ടൻ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചോ. എബ്രായർ 7:17. എബ്രായർ 7:17 ഇപ്പൊ നമ്മൾ വായിച്ചു. എന്തെന്നാൽ നീ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനാകുന്നു. കണ്ടോ, ഈശോ ആരാകുന്നു? മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനാകുന്നു. ആ പദം ഒന്ന് കരമുയർത്തി എന്ന് പറഞ്ഞ്, എന്നേക്കും പുരോഹിതനാകുന്നു. ഈശോ ആരാണ്? മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം ഈശോ എന്നേക്കും പുരോഹിതനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവിന്റെ പൗരോഹിത്യം അവസാനിക്കാത്തത്. കർത്താവ് എന്ന മഹാപുരോഹിതൻ, ശ്രേഷ്ഠ പ്രധാന പുരോഹിതൻ. ഒന്ന് പറഞ്ഞോ, കർത്താവ് എന്ന ശ്രേഷ്ഠ പ്രധാന പുരോഹിതൻ, കർത്താവ് എന്ന ശ്രേഷ്ഠ പുരോഹിതൻ എന്നേക്കുമുണ്ട്. അവിടുന്ന് എന്നേക്കും ശ്രേഷ്ഠ പുരോഹിതനാണ്. ശ്രേഷ്ഠ പുരോഹിതനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബ്രദറെ, ഇതുകൊണ്ട് എനിക്ക് എന്നാ ഗുണം? ഇതല്ലേ അടുത്ത ചോദ്യം.
ഇതൊക്കെ മനസ്സിലായി, പക്ഷെ ഇതുകൊണ്ട് എനിക്കെന്താ ഗുണമെന്നല്ല അടുത്ത ചോദ്യം. ആ ഗുണം അറിയാനാ നിങ്ങൾ തൊട്ട് താഴേക്ക് വായിക്കേണ്ടത്. എബ്രായർ 7-ാം അധ്യായത്തിൻ്റെ തൊട്ട് താഴേക്ക് വായിച്ചോ. താഴേക്ക് വരുമ്പോൾ 23-ാമത്തെ വാക്യം, മുൻകാലങ്ങളിൽ അനേകം പുരോഹിതന്മാരുണ്ടായിരുന്നു. ഏതാ? പഴയ നിയമത്തില്. പക്ഷേ എന്തായിരുന്നു പ്രശ്നം? എന്നാൽ ശുശ്രൂഷയിൽ തുടരാൻ മരണം അവരെ അനുവദിച്ചില്ല. 40-ാമത്തെ വയസ്സിൽ പുരോഹിതനാകാൻ പറ്റുന്നത്. 40-ാമത്തെ വയസ്സിൽ പുരോഹിതനായ പൗരോഹിത ശുശ്രൂഷയൊക്കെ ഒന്ന് പഠിച്ചു വരുമ്പോഴത്തേക്കും പുറകെ എന്ത് വരും? ആ വരുന്ന ആളുടെ പേര് പറഞ്ഞേ, മരണം വരുന്നതുകൊണ്ട് അവർക്ക് എന്ത് പറ്റിയില്ല? ശുശ്രൂഷകരായിട്ട് ഒത്തിരി നാൾ തുടരാൻ പറ്റിയില്ല. എന്നാൽ അടുത്ത് നോക്കൂ, അതുകൊണ്ട് തന്നെ തൻ്റെ അടുക്കൽ വരുന്നവരെ രക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ നമുക്കിന്നൊരു പുരോഹിതനുണ്ട്. നമ്മുടെ പുരോഹിതന്റെ പേരൊന്ന് കരമുയർത്തി പറഞ്ഞേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. 34-ാമത്തെ വചനം, യേശു ആകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് ഈ വചനം ഒന്ന് വായിച്ചാലോ? എബ്രായർ 7:24. താല്പര്യമുള്ളവർ പെട്ടെന്ന് എഴുന്നേറ്റുന്നു. യേശു ആകട്ടെ എന്നേക്കും. ഒരുമിച്ച് റെഫറൻസ് പറയാം. എബ്രായർ 7:24. യേശു ആകട്ടെ എന്നേക്കും നിലനിൽക്കുന്നത് കൊണ്ട് അവന്റെ പൗരോഹിത്യം കൈമാറപ്പെടുന്നില്ല. ഒന്നുകൂടെ പറ, അവന്റെ പൗരോഹിത്യം കൈമാറപ്പെടുന്നില്ല. എബ്രായർ 7:25. ഈ വചനം കൈ ഉയർത്തിപ്പിടിച്ച് പറയണേ. മുഷ്ടി ഉരുട്ടി നല്ല ഇൻകലാബ് സിന്ദാബാദ് ഒക്കെ വിളിക്കുന്നതിൽ ശക്തിയോട് പറയണേ. എബ്രായർ 7:25. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. ഹല്ലേലൂയ. കരമടിച്ചു സ്തുതിച്ചോ പ്രിയ മക്കളെ. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. ഹല്ലേലൂയ. ആർക്ക് കഴിവുണ്ട്? ഈശോയ്ക്ക് കഴിവുണ്ട്. എന്തിന് ഈശോയ്ക്ക് കഴിവുണ്ട്? തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ. ഒന്നുകൂടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ ആ വചനം പറയണം, ഉറക്കെ പറഞ്ഞു. ഇത് വലിയ അഭിഷേകമായിട്ട് നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ മക്കളുടെ മേല്, സാമ്പത്തിക മേഖലയിൽ, കുടുംബ ജീവിതത്തിൽ എല്ലാ മേഖലയിലും കയറുമെന്ന് വിശ്വസിച്ച് കരം ഉയർത്താവുന്നിടത്തോളം ഉയർത്തിപ്പിടിച്ച് എബ്രായർ 7:25. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. കരം ചേർത്തടിച്ചു ഈശോയ്ക്ക് ആരാധന കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. ഒരാളുടെ കൈ പിടിച്ച് പറഞ്ഞു, നിന്നെ പൂർണ്ണമായി രക്ഷിക്കാൻ അവിടെ കഴിവുണ്ട്. നിന്നെ പൂർണ്ണമായി രക്ഷിക്കാൻ അവിടുന്ന് കഴിവുണ്ട്. പറഞ്ഞു നിന്നെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. നിങ്ങൾ അടുത്തിരിക്കുന്ന ആളോടൊന്ന് പ്രവചിച്ചോ വേണമെങ്കിൽ നിന്നെ പൂർണ്ണമായി രക്ഷിച്ചിരിക്കും. പറഞ്ഞു നിന്നെ പൂർണ്ണമായി രക്ഷിച്ചിരിക്കും. ഏത് മേഖലയിലാ നീ ആയിരിക്കുന്നെങ്കിലും നിന്നെ പൂർണ്ണമായി രക്ഷിച്ചിരിക്കും. ഹല്ലേലൂയ. ഏത് കുഴിയിലാ നീ വീണ് കിടക്കുന്നെങ്കിൽ അവിടുന്ന് നിന്നെ പൂർണ്ണമായി രക്ഷിച്ചിരിക്കും. അത് പാപത്തിന്റെ ബന്ധനമാണെങ്കിൽ അവിടുന്ന് നിന്നെ രക്ഷിച്ചിരിക്കും. അത് ശാപത്തിന്റെ പിന്തുടർച്ചയാണെങ്കിൽ അവിടുന്ന് നിന്നെ രക്ഷിച്ചിരിക്കും. അത് ഒന്നിന് പുറകെ ഒന്നായി രോഗമാണെങ്കിൽ അവിടുന്ന് നിന്നെ ഇന്ന് രക്ഷിച്ചിരിക്കും. ആർത്ത് വിളിച്ച് കൈയടിച്ച് സ്തുതിച്ച് വിളിച്ചോ ഈശോയേ. പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. നിന്നെ പൂർണ്ണമായി രക്ഷിക്കും. ഏത് കെട്ടുകളെയും അഴിച്ച് അവൻ നിന്നെ പൂർണ്ണമായി രക്ഷിച്ചേ പോകുകയുള്ളൂ. ഈ ധ്യാന കേന്ദ്രത്തിൽ ഇന്ന് വന്നിരിക്കുന്നവരോട്, ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരോട്, ഈ വചനം ഇതിന് ശേഷം കേൾക്കാൻ പോകുന്നവരോട് ഞാൻ ആവർത്തിച്ച് വിളിച്ചു പറയട്ടെ, നീ വിളിക്കുന്ന നിന്റെ കർത്താവ് പാതി വഴിയിൽ പ്രശ്നം വരുമ്പോൾ നിന്നെ ഇട്ടു പോകുന്നവനല്ല.
പൂർണ്ണമായി രക്ഷിക്കാൻ കഴിയുന്നവൻ. അപ്പൊ അതൊന്ന് പറഞ്ഞോ, പൂർണ്ണമായി രക്ഷിക്കാൻ കഴിയുന്നവൻ, പൂർണ്ണമായി രക്ഷിക്കാൻ കഴിവുള്ളവൻ. അമ്മയെ രക്ഷിച്ചു, മക്കളെ ഇട്ടേച്ച് പോകത്തില്ല. മക്കളെ രക്ഷിച്ചു, അമ്മയെ ഇട്ടേച്ച് പോകത്തില്ല. ഞങ്ങളുടെ 4 പേരുടെയും പ്രശ്നം തീർന്നു ബ്രദർ. പക്ഷെ മകളുടെ പ്രശ്നം ഇപ്പോഴും കിടക്കുക ഇല്ല. അവൻ അത് ഉപേക്ഷിച്ചു പോകത്തില്ല. വീട്ടിലെ പ്രശ്നം തീർന്നു ബ്രദർ. പക്ഷേ അടുത്തുള്ള പ്രശ്നങ്ങൾ ചിലത് ഇല്ല. ഇന്ന് ഞാൻ ആവർത്തിച്ച് പ്രവചിച്ച് പറയട്ടെ, നിന്നെ പൂർണ്ണമായി രക്ഷിക്കാൻ. എന്റെ ഭർത്താവിനെ കർത്താവ് രക്ഷിക്കും, പൂർണ്ണമായി രക്ഷിക്കുമെന്ന് ഉറപ്പുള്ള ഭാര്യമാര്, അമ്മമാര്, വീട്ടമ്മമാര് സ്തുതിക്കാൻ തുടങ്ങിക്കോ. ഞാൻ ദൈവത്തെ വിളിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുക. ഞാൻ കർത്താവിനെ വിളിക്കാൻ നിൽക്കുക. എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്. ഉറപ്പുള്ളവർ പറഞ്ഞു, എന്നെ പൂർണ്ണമായി രക്ഷിച്ചിരിക്കും. എന്നെ പൂർണ്ണമായി രക്ഷിക്കാൻ. ഒന്ന് പറഞ്ഞു, എന്നെ പൂർണ്ണമായി രക്ഷിക്കാൻ. ഓ ഹല്ലേലൂയ. അമ്മയെ ഉപേക്ഷിക്കത്തില്ല, അപ്പനെ ഉപേക്ഷിക്കത്തില്ല, മകനെ ഉപേക്ഷിക്കത്തില്ല, നിന്റെ സഹോദരനെ ഉപേക്ഷിക്കത്തില്ല. കുലവും കുടുംബവും ഒന്നും ശേഷിക്കാതെ. ഹല്ലേലൂയ. ഓ ഒന്ന് പറഞ്ഞു, വേരു മുതൽ കൊമ്പ് വരെ. പറഞ്ഞു, വേരു മുതൽ കൊമ്പ് വരെ. കൈയടിച്ച് സ്തുതിച്ചിട്ട് ഇരുന്നേ. ഈ വചനം കൈയടിച്ച് സ്തുതിച്ചിട്ട് ഇരുന്നേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരുന്നേ. ബഹുമാനപ്പെട്ട പനക്കിലച്ചൻ ഇവിടെ ഇരിക്കുന്നു. ബഹുമാനപ്പെട്ട പനക്കിലച്ചൻ മുതൽ മുഴുവൻ പുരോഹിതരും പുരോഹിതരാകുന്നത് ഈ വചനത്തിൻ്റെ അകമ്പടിയാലാണ്. യേശു എന്ന നിത്യ പൗരോഹിത്യൻ പുരോഹിതനില്ലെങ്കിൽ ഇവർക്കാർക്കും പുരോഹിതരാകാൻ കഴിയുകയില്ല. അവിടുത്തെ പൗരോഹിത്യത്തിന് മാറ്റമില്ലാത്തത് കൊണ്ടാണ് നിത്യ പുരോഹിതനോട് ചേർന്ന് മനുഷ്യർക്ക് പുരോഹിതരാകാൻ കഴിയുന്നത്. ഹല്ലേലൂയ. തന്നെ ബലിയർപ്പിച്ചവനും ഈ അൽത്താരയിൽ ബലിയിൽ സന്നിഹിതനാകുന്നവനും രണ്ടല്ല, ഒന്നാണ്. ഇതാണ് നൂറ്റാണ്ടുകളായിട്ടുള്ള സഭയുടെ വിശ്വാസം. ഇന്ന് പുരോഹിതൻ കയ്യിലെടുത്തുയർത്തുന്ന അപ്പവും അന്ന് ബലിപീഠത്തിൽ തന്നെ അർപ്പിച്ച ഈശോയും രണ്ടല്ല, ഒന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഇതുമായും ഇത് അതുമായും ഒന്നായി ചേരുന്നു. ഇതാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഈ വിഷയത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. ബലിപീഠത്തിൽ അർപ്പിക്കുന്ന ബലിയും തന്നെ കുരിശിൽ ഈശോ അർപ്പിച്ച ബലിയും രണ്ടല്ല. സത്തയിലും സാരാംശത്തിലും അതൊന്നായി നിലനിൽക്കുന്നു. ഹല്ലേലൂയ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്ന ഞാൻ ഈ പറയുന്നത്. ഹല്ലേലൂയ. ഏറ്റവും വലിയ അത്ഭുതം, ഈ അൽത്താരയിൽ ഈശോ തൻ്റെ ശരീരവുമായി തൻ്റെ രക്തവുമായി ഈ അപ്പത്തെയും ഈ പാനപാത്രത്തിലെ വീഞ്ഞിനെയും മാറ്റുന്നു എന്നതിനപ്പുറത്ത് അതിലും വലിയൊരത്ഭുതം സഭയിലില്ല, ലോകത്തിലില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്നെ ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ തന്നെ ആക്കി മാറ്റുന്നു. ഈ അപ്പം കർത്താവിൻ്റെ തിരുശരീരമാകുന്നു. ഹല്ലേലൂയ. ഈ വീഞ്ഞ കർത്താവിൻ്റെ തിരുരക്തമാകുന്നു. ഈ ഒരൊറ്റ രഹസ്യത്തിനകത്താണ് 2026 വർഷം സഭ നിലനിന്നത്, ഇനിയുള്ള കാലത്തിൽ സഭ നിലനിൽക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും വലിയ പരമമായ രഹസ്യത്തിലേക്ക് നാം വരികയാണ്. ഏതാണ് ആ രഹസ്യം? ഈശോയുടെ നിത്യപൗരോഹിത്യം. പറഞ്ഞാട്ടെ, ഈശോയുടെ നിത്യപൗരോഹിത്യം. ഈശോയുടെ നിത്യപൗരോഹിത്യം. ഹല്ലേലൂയ. ആ നിത്യ പൗരോഹിത്യത്തിലേക്കാണ് ഓരോ മക്കളും വിളിതിരിച്ചറിഞ്ഞ് പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഹല്ലേലൂയ. ഈശോ എന്ന നിത്യ പുരോഹിതൻ. ഹല്ലേലൂയ. ആ പൗരോഹിത്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ പൗരോഹിത്യം നിലനിൽക്കുന്നത്. ഇത് ഇൻവാലിഡായി പോകും എപ്പോൾ? ആ പൗരോഹിത്യം നിലനിൽക്കുന്നില്ല, ഈശോയുടെ നിത്യ പൗരോഹിത്യം നിലനിൽക്കുന്നില്ല എങ്കിൽ. എന്നാൽ ഈ വചനത്തിൽ എങ്ങനെയാണ് നമ്മൾ വായിച്ചത്? ഒന്നുകൂടെ വായിച്ചു. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ ആ വചനം ഒന്നുകൂടെ വായിച്ചു. 25-ാമത്തെ വാക്യം, 26-ാമത്തെ വാക്യം, 25. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ, തന്നിലൂടെ ദൈവത്തെ സമീപിക്കുക.
അപ്പം മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ഒരു പൗരോഹിത്യം, ഒരു പുരോഹിതൻ നമുക്കുണ്ടെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അവനിലൂടെ ദൈവത്തെ സമീപിക്കുക. ഒരാൾക്ക് കൈകൊടുത്ത് പറഞ്ഞ്, അവനിലൂടെ ദൈവത്തെ സമീപിക്കുക, അവനിലൂടെ ദൈവത്തെ സമീപിക്കുക. എന്തുകൊണ്ട് അവനിലൂടെ ദൈവത്തെ സമീപിക്കണം? എഴുതിയെടുക്കുന്നവർ പെട്ടെന്ന് എഴുതിയെടുത്തോ. 26-ാമത്തെ വചനം, അവൻ്റെ ഗുണങ്ങളാണ് പറയുന്നത്. പരിശുദ്ധനും ദോഷരഹിതനും നിഷ്കളങ്കനും പാപികളിൽ നിന്ന് വേർതിരിഞ്ഞവനും സ്വർഗത്തിന്മേൽ ഉയർത്തപ്പെട്ടവനുമായ ഒരു പുരോഹിതൻ നമുക്കുണ്ടായിരിക്കുക ഉചിതമായിരുന്നു. ഹല്ലേലൂയ. പരിശുദ്ധൻ, ദോഷരഹിതൻ, നിഷ്കളങ്കൻ, പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവൻ, സ്വർഗത്തിന്മേൽ ഉയർത്തപ്പെട്ടവൻ, സ്വർഗത്തിനു മേൽ ഉയർത്തപ്പെട്ടവൻ. ഹല്ലേലൂയ. ഇങ്ങനൊരു പുരോഹിതൻ എനിക്കുണ്ട്. ഈ ഒരു ബോധ്യത്തിലേക്ക് എല്ലാ മക്കളും വന്ന, ഇങ്ങനൊരു പുരോഹിതൻ എനിക്കുണ്ട്. എങ്ങനൊരു പുരോഹിതൻ നിനക്കുണ്ട്? ഒന്നുകൂടെ പറഞ്ഞോ. പരിശുദ്ധൻ, ദോഷരഹിതൻ, നിഷ്കളങ്കൻ, പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനും സ്വർഗത്തിന്മേൽ ഉയർത്തപ്പെട്ടവനുമായ ഒരു പുരോഹിതൻ നമുക്കുണ്ടായിരിക്കുക ഉചിതമായിരുന്നു. ഹല്ലേലൂയ. അന്നത്തെ ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് 27-ാമത്തെ വചനവും കൂടെ എഴുതി വെച്ച് വായിക്കാൻ കേട്ടോ. അന്നത്തെ പുരോഹിതന്മാരെ പോലെ ആദ്യമേ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി, ആദ്യം അവരെന്ത് ചെയ്യും? സ്വന്തം പാപത്തിന് വേണ്ടി ബലിയർപ്പിക്കും. എന്നിട്ട് പിന്നെന്ത് ചെയ്യും? അനന്തരം ജനത്തിന്റെ പാപം. കാരണം താനും പാപിയ, അർപ്പിക്കാൻ വരുന്ന വ്യക്തിയും പാപിയ, അർപ്പിക്കാൻ ആവശ്യപ്പെട്ടവരും പാപിയാണ്. ഹല്ലേലൂയ. നോക്കിയേ, പാപങ്ങൾക്ക് വേണ്ടിയും അനുദിനം അവൻ ബലിയർപ്പിക്കേണ്ടതില്ല. ഹല്ലേലൂയ. അനന്തരം ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടിയും അനുദിനം അവൻ ബലിയർപ്പിക്കേണ്ടതില്ല. അവൻ തന്നെ അർപ്പിച്ചുകൊണ്ട്, എന്തോ വചനമാത്. ഒന്ന് 27-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം വായിച്ച്, അവൻ തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കൽ ബലിയർപ്പിച്ചിരിക്കുന്നു. ഒരിക്കൽ പറഞ്ഞ് എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞു, അവൻ തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കൽ ബലിയർപ്പിച്ചിരിക്കുന്നു. ഇത് പേനയും കൊണ്ടിരിക്കുന്നവരൊന്ന് എഴുതാമോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. ഇത് ഒന്ന് എഴുതാമോ? ഇത് വലിയൊരു എബ്രായർ 7:27 2-ാം ഭാഗം. അവൻ തന്നെ എന്നെഴുതിക്കെ. അവൻ തന്നെ എഴുതിക്കെ പേനയും പേപ്പറുള്ളൊരു. അവൻ തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കൽ ബലിയർപ്പിച്ചു. തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കൽ. എന്നാ രഹസ്യം. വാ ശ്രദ്ധിക്കേ. തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കൽ ബലിയർപ്പിച്ചു. ഒന്ന് പറഞ്ഞു നോക്കിയേ. തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കൽ ബലിയർപ്പിച്ചു. നോക്കി. തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കൽ ബലിയർപ്പിച്ചു. ഒരു 10 പ്രാവശ്യം പറഞ്ഞ്, തന്നെ ബലിയർപ്പിച്ച് എന്നേക്കുമായി ഒരിക്കൽ. ഇല്ല, കിട്ടിയില്ല. നിങ്ങൾക്ക് ഇപ്പോഴും അതിന്റെ രഹസ്യം കിട്ടിയില്ല. ഒന്നുകൂടെ നല്ലതായിട്ട് വായിച്ചോ. എബ്രായർ 7:27. അവൻ തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കൽ ബലിയർപ്പിച്ചിരിക്കുന്നു. തന്നെ അർപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് വരുമ്പം കണ്ടോ, ബലിയർപ്പിച്ചിരിക്കുന്നു. തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി അവൻ ബലിയർപ്പിച്ചിരിക്കുന്നു. എന്നോട് പറഞ്ഞോ, തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി അവൻ ബലിയർപ്പിച്ചിരിക്കുന്നു. ഒന്ന് കരമുയർത്തി പറഞ്ഞു, തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി അവൻ ബലിയർപ്പിച്ചു. പറഞ്ഞോ, തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായവൻ ബലിയർപ്പിച്ചു. പറഞ്ഞു തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായവൻ ബലിയർപ്പിച്ചു. ഇത് പഠിച്ചവരൊന്ന് എഴുന്നേറ്റ് ഒന്ന് കൈ ഉയർത്തി ഒന്ന് പറഞ്ഞേ. പഠിച്ചവരെഴുന്നേറ്റാ മതി, അല്ലാത്തവർ പഠിച്ചിട്ട് എഴുന്നേറ്റാ. തന്നെ ബലിയർപ്പിച്ചുകൊണ്ട്
തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായവൻ ബലിയർപ്പിച്ചു. പഠിച്ചവരൊന്ന് എഴുന്നേറ്റൊന്ന് പറഞ്ഞിട്ടിരുന്നേ. തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ടവൻ എന്നേക്കുമായൊരു ബലിയർപ്പിച്ചു. തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ടവൻ എന്നേക്കുമായൊരു ബലിയർപ്പിച്ചു. തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ടവൻ എന്നേക്കുമായൊരു ബലിയർപ്പിച്ചു. എനിക്ക് പാടാൻ തോന്നുന്നു രാജേട്ടാ. തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ടവൻ എന്നേക്കുമായൊരു ബലിയർപ്പിച്ചു. പറഞ്ഞു തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ടവൻ എന്നേക്കുമായൊരു ബലിയർപ്പിച്ചു. പറഞ്ഞു തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ടവൻ. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞവരിയ്ക്ക്, ബാക്കിയുള്ളവർ എഴുന്നേറ്റെന്ന് പറയട്ടെ. നിങ്ങൾ എങ്ങനെ എഴുന്നേറ്റെന്ന് അവരെങ്ങനെ എഴുന്നേറ്റെന്ന് പറയുന്നത്. പറഞ്ഞു തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ടവൻ എന്നേക്കുമായൊരു ബലിയർപ്പിച്ചു. ഹല്ലേലൂയ. പുറകിൽ പഠിച്ചവരൊന്ന് കൈ ഉയർത്തി എഴുന്നേറ്റെന്നൊന്ന് പറഞ്ഞ്. പുറകിൽ പഠിച്ചവരൊന്ന് കൈ എഴുന്നേറ്റെന്നൊന്ന് പറഞ്ഞ്. തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ടവൻ എന്നേക്കുമായൊരു തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ടവൻ എന്നേക്കുമായൊരു ബലിയർപ്പിച്ചു. ഓഹോ, എന്നിട്ട് പറഞ്ഞു തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ടവൻ എന്നേക്കുമായൊരു ബലിയർപ്പിച്ചു. ഇനിയും പഠിക്കാത്തവരൊന്ന് പെട്ടെന്നൊന്ന് കൈ ഉയർത്തി എഴുന്നേറ്റെന്നൊന്ന് പറഞ്ഞ്. തന്നെ തന്നെ ബലിയർപ്പിച്ചവൻ. ആടെ ചേട്ടൻ അവിടുന്ന് ഒച്ചത്തിൽ പറയുന്നത്. തന്നെ തന്നെ ബലി അർപ്പിച്ചവൻ, തന്നെ തന്നെ അർപ്പിച്ചവൻ എന്നേക്കുമായൊരു ബലിയർപ്പിച്ചു. ഇനി അതൊന്ന് നിർത്തി പറഞ്ഞ്. തന്നെ തന്നെ അർപ്പിച്ചു കൊണ്ടവൻ എന്നേക്കുമായുള്ളൊരു ബലിയർപ്പിച്ചു. ഒരു വർഷം പ്രസംഗിച്ചാൽ തീരുവോ ഇത്? ഒരു വർഷം ഇത് പ്രസംഗിച്ചാൽ തീരുവോ? എന്തോ രഹസ്യമാണ്. തന്നെ തന്നെ ഓഫേർഡ് ഹിംസെൽഫ്. അവൻ തന്നെ തന്നെ അർപ്പിക്കുകയായിരുന്നു. അവൻ ബലിപീഠത്തിലേക്ക് പോയപ്പോൾ മറ്റു പുരോഹിതന്മാരെ പോലെ അവൻ്റെ കയ്യിൽ ആടില്ല, മാടില്ല, പ്രാവില്ല, ധാന്യമില്ല. കാരണം അവൻ അർപ്പിക്കാൻ പോകുന്നത് ആടോ മാടോ പ്രാവോ അല്ല, പിന്നെയോ തന്നെ തന്നെ. ഹല്ലേലൂയ. ബലിപീഠവും ബലിവസ്തുവും ബലിയർപ്പകനും ഒന്നായി മാറുന്ന അപൂർവമായ കാഴ്ച. ആരാ ബലിപീഠം? അവനാ ബലിപീഠം. ആരാ ബലിയർപ്പകൻ? അവനാ ബലിയർപ്പകൻ. ഹല്ലേലൂയ. ഓൾട്ടർ and the offerer and the offering is one, that is Jesus. Hallelujah. He is the altar and he is the offerer and he is the offering. Hallelujah. He himself is the offering. എന്തു വലിയ രഹസ്യമല്ലേ? The finished work of Jesus. ഇതാണ് യേശു കുരിശിൽ പൂർത്തീകരിച്ച പ്രവൃത്തി. ഇതാണ് ടെറ്റലസ്റ്റായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞോ. ഇതാണ് കുരിശിൽ പൂർത്തീകരിച്ച പ്രവൃത്തി. ഇതാണ് കുരിശിൽ പൂർത്തീകരിച്ച പ്രവൃത്തി. ഒരിക്കലായി തന്നെ 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 അർപ്പിച്ചുകൊണ്ടവൻ എന്നേക്കുമായൊരു ബലിയർപ്പിച്ചു. എത്ര നാളത്തേക്ക് അവൻ ബലിയർപ്പിച്ചിരിക്കുന്നേ? എന്നേക്കുമായി. അപ്പൊ ഇനി ഒരു ബലിയർപ്പണത്തിന്റെ ആവശ്യമുണ്ടോ? അപ്പൊ പിന്നെ എന്തിനാ ഈ ബലി വീണ്ടും വീണ്ടും ഇവിടെ അർപ്പിക്കപ്പെടുന്നത്? അതും ഇത് ഒന്നാ. കൈയടിച്ചൊന്ന് സ്തുതിച്ചേ. അതും ഇത് ഒന്നാ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതും ഇതും രണ്ടല്ല, അതും ഇത് ഒന്നാ. എന്നേക്കും ആയതുകൊണ്ടാ എന്നേക്കും അർപ്പിക്കപ്പെടേണ്ടത്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് എന്നേക്കുമുള്ളതാണ്, അത് എന്നേക്കും നിലനിൽക്കുന്നതാണ്. അപ്പോൾ പൂർണ്ണമായി രക്ഷിക്കാൻ പറ്റും. പറഞ്ഞു, എന്നെ പൂർണ്ണമായി രക്ഷിക്കാൻ പറ്റും. പറഞ്ഞു, എന്നെ പൂർണ്ണമായി രക്ഷിക്കാൻ പറ്റും. എൻ്റെ ബ്രദറെ, അങ്ങനൊന്നും പറഞ്ഞു വിടരുതേ. ഒരുപാട് കുരുക്കുകളില്ല ഞാൻ കുടുങ്ങിക്കിടക്കുന്നതെന്ന് പറയുന്നവരൊന്ന് കരമുയർത്തിക്കേ. ഒത്തിരി കുരുക്കുകളിലാണ് ഞാൻ കുടുങ്ങിക്കിടക്കുന്നതെന്ന് പറയുന്നവരൊന്ന് കരമുയർത്തിക്കേ. ഈ പദം നിങ്ങളോട് ഞാൻ പ്രവചിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഈ പദം നിങ്ങളോട് ഞാൻ പ്രവചിക്കുകയാണ്. ഈ പദം നിങ്ങളുടെ വീട്ടിൽ കയറട്ടെ. ഈ വചനം നിങ്ങളുടെ വീട്ടിൽ കയറട്ടെ. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി. ആരാ നീ? ആരാ ഞാൻ? പറഞ്ഞു. ഈശോയിലൂടെ പിതാവായ ദൈവത്തെ സമീപിക്കുന്ന എന്നെ
പൂർണ്ണമായി രക്ഷിക്കാൻ. പറഞ്ഞോ, ഈശോയിലൂടെ പിതാവായ ദൈവത്തെ സമീപിക്കുന്ന എന്നെ പൂർണ്ണമായി രക്ഷിക്കാൻ അവിടുന്ന് മതിയായവനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിന്ന് രാവിലെ ഈ പദം വായിച്ച് ധ്യാനിക്കുകയായിരുന്നു. ഞങ്ങൾ ഇന്നലെ എറണാകുളത്ത് താമസം. അപ്പോൾ എറണാകുളത്ത് ഈ പദം ധ്യാനിച്ച് വായിക്കുകയായിരുന്നു. അപ്പോൾ ഈ പദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് പഠിക്കുകയായിരുന്നു. ഈ പദത്തിൻ്റെ അർത്ഥം പഠിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന അർത്ഥം എനിക്ക് മനസ്സിലായി കിട്ടിയത്. എന്താണ് പദത്തിൻ്റെ ഞെട്ടിക്കുന്ന അർത്ഥം എന്നറിയാമോ? ശ്രദ്ധിച്ച് കേൾക്കുക. ഈ പൂർണ്ണമായി രക്ഷിക്കുക എന്ന പദത്തിന് ഗ്രീക്ക് ഭാഷയിൽ എബ്രായ ലേഖനം എഴുതുമ്പോൾ കൊടുത്തിരിക്കുന്ന പദത്തിൻ്റെ അർത്ഥമാണ് ഞാൻ ഈ പറയുന്നത്. ശ്രദ്ധിച്ച് കേട്ടോ. ഒരു സ്ഥലത്ത് രക്ഷകനായിട്ട് ഒരാൾ വരികയാണ്. നോക്കൂ. ഇപ്പോൾ നിങ്ങൾ ഒരു ഹാളിൽ നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുക. ആ ഹാളിൽ പെട്ടെന്ന് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നു. അവിടെ എല്ലാം തീ പിടിച്ചിരിക്കുന്നു. നിങ്ങളെ അവിടുന്ന് രക്ഷിക്കണം. അപ്പോൾ നിങ്ങൾക്ക് സ്വയമായിട്ട് രക്ഷപ്പെടാൻ കഴിയാത്ത ഒരവസ്ഥയിലാണെന്നും കൂടെ ചിന്തിക്കുക. നിങ്ങൾ സ്വയമായിട്ട് രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അപ്പോൾ ഈ സേവ്യർ അല്ലെങ്കിൽ ഈ രക്ഷകൻ എന്ന് പറയുന്ന ആൾ അവിടെ അവതരിക്കുകയാണ്. ഈ സേവ്യർ അല്ലെങ്കിൽ രക്ഷകൻ എന്ന് പറയുന്ന ആൾ അവതരിച്ചിട്ട് എന്താ ചെയ്യുന്നതെന്നറിയാമോ? അയാൾ നിങ്ങളെ പൂർണ്ണമായി രക്ഷിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു കേടുപാടോ ദോഷമോ നിങ്ങൾക്ക് വരാതെ, ഹല്ലേലൂയ, തീ നിങ്ങളെ തൊടാതെ, ഓ ഹല്ലേലൂയ, ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് സംഭവിച്ച അനർത്ഥത്തിൻ്റെ ഒരു കോട്ടവും നിങ്ങളെ ബാധിക്കാതെ നിങ്ങളെ പൂർണ്ണമായി അതിനകത്തുനിന്ന് രക്ഷിച്ച് സുരക്ഷിതമായ ഒരു സ്ഥാനത്തെത്തിക്കുന്നതിനെയാണ് പൂർണ്ണമായി രക്ഷിക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രശ്നമുള്ളയിടത്ത് നിങ്ങളെ കൊണ്ടുവിട്ടു എന്നല്ല അർത്ഥം. പ്രശ്നബാധിതമായ സ്ഥലത്തുനിന്ന് പൂർണ്ണമായി രക്ഷിച്ച് ഒരു പ്രശ്നവുമില്ലാത്ത ഇടത്ത് നിങ്ങളെ ഭദ്രമായി സൂക്ഷിക്കുക എന്നതാണ് പൂർണ്ണമായി രക്ഷിക്കുക എന്നതിന്റെ അർത്ഥം. ഇതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ ചെയ്തത്. എന്താ ഈശോ കുരിശിൽ ചെയ്തത്? തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി അവിടുന്ന് രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞു, പൂർണ്ണമായി രക്ഷിച്ചിരിക്കുന്നു. അതിന് അവിടുന്ന് കൊടുക്കേണ്ടി വന്ന വില എന്താണ്? ആ വിലയാണ് നമ്മൾ തൊട്ട് താഴെ വായിച്ചത്. അവൻ തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കൽ ബലിയർപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, തന്നെ അർപ്പിച്ചുകൊണ്ട് അവൻ എന്നേക്കുമായി ഒരിക്കൽ ബലിയർപ്പിച്ചിരിക്കുന്നു. ഒച്ചത്തിലൊന്ന് കരമുയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൂർണ്ണമായി രക്ഷിക്കാൻ കഴിയുള്ളവൻ. ഇത് ഈ വചനം പറയുമ്പോൾ തന്നെ എത്ര പേര് ഇത് കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളായിരിക്കുന്ന അവസ്ഥ എന്തുവായിക്കോട്ടെ. എൻ്റെ ബ്രദറെ, ഞാൻ ഇന്ന് ഈ വചനം അങ്ങ് ഏറ്റെടുക്കുക. എൻ്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. എനിക്ക് പറഞ്ഞു പോലും വിശദീകരിക്കാൻ കഴിയാത്ത വലിയ പെടലാണ് ഞാൻ പെട്ടിരിക്കുന്നത്. തയ്യാറായിക്കോ. ഞാൻ ആവർത്തിച്ച് പറയാം, നിങ്ങളെ രക്ഷിച്ചിട്ടേ അവിടുന്ന് കടന്നു പോകുകയുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ കൈയടിച്ചു സ്വീകരിച്ചേ, വിളിച്ചേ, ഈശോയെ എന്ന് വിളിച്ചേ. പരിശുദ്ധാത്മാവേ, ഓരോ കുടുംബങ്ങളിലേക്കും വചനത്തെ അയക്കണമേ. വിളിച്ചു സ്വീകരിച്ചോ വചനം. രണ്ടാമത്തെ അർത്ഥം പറയാം. ഒരു വ്യക്തി മാനസികമായ സംഘർഷത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ആ മാനസികമായ സംഘർഷത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയെ മാനസികമായ അവസ്ഥയിൽ നിന്നും വേറൊരാൾ ശാരീരിക പീഡയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ആ വ്യക്തിയെ ശാരീരിക പീഡയിൽ നിന്നും മറ്റൊരാൾ സാമ്പത്തികമായ പ്രശ്നത്തിൽ കടന്നു പോവുകയാണെങ്കിൽ അയാളെ സാമ്പത്തിക മേഖലയിൽ പ്രശ്നത്തിൽ നിന്നും പൂർണ്ണമായി രക്ഷിക്കാൻ അവിടത്തേക്ക് കഴിയും. കാരണം അവൻ നിനക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടവനാണ്. അവൻ നിനക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ടവനാണ്. ഇത് രണ്ടാണ്. തന്നെ അർപ്പിച്ചത് വേറെയാണ്, തന്നെ ബലിയർപ്പിച്ചത് വേറെ. ഇപ്പൊ പ്രസംഗിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇതൊന്ന് ആവർത്തിച്ച് പറഞ്ഞു. എനിക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടവനാണ് അവൻ. അതിന്റെ ഒന്നാമത്തെ അർത്ഥം എന്താണെന്നറിയോ? He was appointed for us.
അവൻ നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് വേണ്ടി അവൻ നിയോഗിക്കപ്പെട്ടവനാണ്. അവൻ നമുക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നമുക്ക് വേണ്ടി അവൻ തന്നെ തകർത്തവനാണവൻ എന്ന് പറഞ്ഞാൽ എന്നെ രക്ഷിക്കാൻ താൻ സ്വയം തകർച്ച ഏറ്റെടുത്തവനാണവൻ. The first one is he was appointed for us, and the second meaning is he sacrificed himself. He died, willingly endured to the cross. സ്വയ തീരുമാനത്തിലൂടെ കുരിശിലേക്ക് നടന്നവനാണവൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുരിശാരും അവനെ അടിച്ചേൽപ്പിച്ചതല്ലായിരുന്നു. അവൻ സ്വയ തീരുമാനത്തിലൂടെ കുരിശ് ചുമന്നവനും കുരിശിൽ കയറിയവനും കുരിശിൽ മരിച്ചവനുമായിരുന്നു. ഓ ഹല്ലേലൂയ. അതുകൊണ്ടാണ് നിന്നെ പൂർണ്ണമായി രക്ഷിക്കാൻ പറ്റുന്നേ. ഇന്ന് ഒരു പിശാചിനും നിന്റെ പുറകെ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഒരു പിശാചിനും നിന്നെ പുറകിൽ നിന്ന് പിടിക്കാൻ പറ്റില്ല. കാരണം നിന്നെ രക്ഷിക്കാൻ അവൻ കൊടുക്കേണ്ടി വന്ന വില അവൻ്റെ തിരു രക്തമാണ്, അവിടുത്തെ തിരു ശരീരമാണ്. ആ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും വിലയുടെ മുമ്പിൽ ഒരു പിശാചിനും നിന്റെ മേൽ ക്ലെയിം ചെയ്യാൻ അധികാരമില്ല. കൈയടിച്ച് സ്തുതിച്ചോ പ്രിയപ്പെട്ടവരെ, കൈയടിച്ച് സ്തുതിച്ചോ, വേഗത്തിൽ സ്വീകരിച്ചോ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞോ, ഇന്ന് ശക്തമായിട്ട് ഏറ്റെടുത്തോ, ഈശോയേന്ന് വിളിച്ചോ. നിന്നെ പൂർണ്ണമായി രക്ഷിക്കാൻ അവിടത്തേക്ക് പറ്റും. നിന്നെ പൂർണ്ണമായി രക്ഷിക്കാൻ അവിടത്തേക്ക് പറ്റും. കൈയടിച്ച് സ്തോത്രം ചെയ്ത് സ്വീകരിച്ചു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്വീകരിച്ചു. യേശുവിന്റെ നാമത്തിൽ തുടങ്ങട്ടെ, തുടങ്ങട്ടെ, തുടങ്ങട്ടെ. ഒരൊറ്റ മുതൽ സൗഖ്യത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി വ്യാപിച്ചു തുടങ്ങട്ടെ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് 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 കൃപ 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 പറഞ്ഞോ പറഞ്ഞോ, കൃപ കൃപ, ദൈവമേ കൃപ, ഈശോയെ കൃപ പറഞ്ഞോ, ഈശോയെ കൃപ, പരിശുദ്ധാത്മാവേ കൃപ. ഏതറ്റം വരെ പോയും നിന്നെ ഇന്ന് അവൻ രക്ഷിച്ചിരിക്കും. ഏതറ്റം വരെ പോയും നിന്നെ ഇന്ന് അവൻ രക്ഷിച്ചിരിക്കും. ഏത് കുഴിയിലിറങ്ങി നിന്നെ അവൻ പൊക്കിയിരിക്കും. ഏത് ബന്ധനവും അഴിച്ചവൻ നിന്നെ രക്ഷിച്ചിരിക്കും. കാരണം അവൻ നിനക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടവനാണ്. രണ്ട്, അവൻ നിനക്ക് വേണ്ടി ബലിയായി മാറിയവനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമുയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിടത്തില്ല, വിടത്തില്ല, വിടത്തില്ല. നിനക്കായി ബലിയായവനാണവൻ, നിനക്കായി ബലിയായവനാണവൻ, നിനക്കായി ബലിയായവനാണവൻ. ഓ ജീസസ്, നിന്റെ ചൂടും ചൂരും അറിയാവുന്നവനാണവൻ. നിന്റെ വീഴ്ചയും നിന്റെ കിതപ്പും നിന്റെ കിടപ്പും നിന്റെ എടുപ്പും എല്ലാം അറിയാവുന്നവനാവൻ. വിളിച്ചോ, ഈശോയേ, ഈശോയേ, ഈശോയേ. ഓ നിറയട്ടെ, നിറയട്ടെ, പരിശുദ്ധാത്മാവിൽ നിറയട്ടെ, ശക്തിയിൽ നിറയട്ടെ. പൂർണ്ണമായി പൂർണ്ണമായി ഇറങ്ങിയിട്ടുണ്ട്. ഈ ഹാളിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ആയിരക്കണക്കിന് മക്കൾ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. അവരെ തൊടാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഡിവൈനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഓൺലൈനിൽ ശുശ്രൂഷ നീ പങ്കെടുത്തോണ്ടിരിക്കുമ്പോ നിന്നെ സ്പർശിക്കാൻ അവൻ ഇറങ്ങിയിട്ടുണ്ട്. മടിക്കണ്ട, മടിക്കണ്ട, വിളിച്ചോ, കൈവച്ചോ. എന്നിൽ സമീപിക്കുന്നവരെ രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. ഈശോയെ രക്ഷിക്കുന്ന കർത്താവേ, പൂർണ്ണമായി രക്ഷിക്കുന്ന ഈശോയെ, പൂർണ്ണമായി രക്ഷിക്കുന്ന കർത്താവേ. ഓ ഈശോ, 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 ഈശോ. പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് വലിയ 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 വിഷയമാണ്. ഓ ഹല്ലേലൂയ, ഭയങ്കര വലിയ വിഷയമാണ്. പൂർണ്ണമായി രക്ഷിക്കാൻ അവൻ. മൃഗബലിയും നരബലിയും ഒക്കെ അവിടെ നടക്കുമുണ്ടല്ലോ. അവിടുത്തെ ടാബർനാക്കളിനകത്ത് 12 ബ്രെഡ് ഉണ്ടാക്കി മാറ്റി വെക്കുവാൻ. പഴയ നിയമത്തിൽ ആടിനെയും മാടിനെയും അർപ്പിക്കുന്ന ബലി അവിടെ നടക്കുമ്പോൾ, യാഗപീഠത്തിൽ ആടിനെയും മാടിനെയും അർപ്പിക്കുമ്പോൾ കൃപാസനത്തിനകത്ത്, ടാബർനാക്കളിനകത്ത് 12 അപ്പം ഉണ്ടാക്കി മാറ്റി വെക്കുമായിരുന്നു. ആ അപ്പം പുരോഹിതനല്ലാതെ ആർക്കും ഭക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, അവിടെ ആടും മാടും അർപ്പിക്കപ്പെടുമ്പോഴും അകത്ത്
12 കാഴ്ചയപ്പം, ബ്രെഡ് ഓഫ് പ്രസൻസ് സൂക്ഷിച്ചു വെച്ചിരുന്നു. ആ 12 അപ്പം 12 ഗോത്രത്തെ പ്രതിദാനം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. When there was animal slaughtering and killing, innocent animals was going on, inside the tabernacle there were 12 breads, loaves were kept. It represents Christ. The 12 breads were the representation of 12 tribes. 12 tribes. I will be explaining this tomorrow. ഞാൻ നാളെ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ഓൺലൈൻ വേണമെങ്കിൽ ആ ശുശ്രൂഷയിൽ നാളെ പങ്കെടുക്കാൻ കഴിയും. ഇത് വലിയ അങ്ങേയറ്റം ഗൗരവമായൊരു വിഷയമാണ്. എന്തുകൊണ്ട് ഈശോ പറഞ്ഞു ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ്? ഹല്ലേലൂയ. ഭയങ്കര രഹസ്യമാണ്. ബ്രെഡ് ഓഫ് പ്രസൻസ് ഉണ്ട്. ബ്രെഡ് ഓഫ് പ്രസൻസ് ഉണ്ട്. കാഴ്ചയപ്പം 12 എടുത്ത് മാറ്റി വെച്ചിരിക്കുക. അത് സാധാരണക്കാരന് ഭക്ഷിക്കാൻ പറ്റില്ല. ഇതിൽ നിന്നാണ് ദാവീദ് ഭക്ഷിച്ചത്. ഇതാണ് സാബത്ത് നാളിൽ ഈശോ പറയുന്നത്. കതിര് പറിച്ചു തിന്ന് ശിഷ്യന്മാര്, ഓർമ്മയുണ്ടോ പശ്ചാത്തലം? വയലിൽ കൂടെ പോകുമ്പം ശിഷ്യന്മാർ കതിര് പറിച്ചു തിന്നപ്പോൾ കർത്താവെ നിന്റെ ശിഷ്യന്മാർ സാബത്തിൽ കതിര് പറിച്ച് തിന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, ദാവീദ് ദേവാലയത്തിനകത്ത് പുരോഹിതന് മാത്രം പ്രിസർവ് ചെയ്ത് വെച്ചിരുന്ന അപ്പമെടുത്ത് ഭക്ഷിച്ചല്ലോ. ശരിക്കും ദാവീദ് സ്വീകരിച്ചത് കുർബാനയാണ്. ശരിക്കും ദാവീദ് സ്വീകരിച്ചത് കുർബാനയാണ്. ഹല്ലേലൂയ. ഇത് പുരോഹിതന് മാത്രം റിസർവ് ചെയ്ത് വെച്ചിരുന്ന അതെടുത്ത് ദാവീദ് ഭക്ഷിച്ചില്ലേ? ഇവിടെ ഇതാ ദേവാലയത്തേക്കാൾ വലിയവൻ, ഇവിടെ ഇതാ സാബത്തിനും കർത്താവായവൻ. ഭയങ്കര രഹസ്യമാണ്. അത് ഇങ്ങനെ ഒരു മൂഡിലിരുന്ന് പഠിപ്പിക്കാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ ഇത്ര മാത്രം കേട്ട് വിശ്വസിച്ച് ഏറ്റെടുത്തു, എന്നെ പൂർണ്ണമായി രക്ഷിക്കാൻ അവിടത്തേക്ക് കഴിയും. അത്രയും മതി പറഞ്ഞു. എന്നെ പൂർണ്ണമായി രക്ഷിക്കാൻ അവിടത്തേക്ക് കഴിയും. എന്തുകൊണ്ട് എന്നെ പൂർണ്ണമായി രക്ഷിക്കാൻ അവിടത്തേക്ക് കഴിയും? പരിശുദ്ധനും അർപ്പിച്ചവനും ബലി അർപ്പിച്ചവനും അവനാണ്. ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി. ഹല്ലേലൂയ. ആ അർപ്പണത്തിന്റെ യോഗ്യതയാൽ. അതുകൊണ്ടാണ് വിശുദ്ധ ഫൗസ്റ്റീനയെ കർത്താവ് പഠിപ്പിച്ചപ്പോൾ ആ പ്രാർത്ഥന അങ്ങ് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്ത് പിതാവേ ഞങ്ങളുടെ മേലും പറഞ്ഞു ഓർക്കേണ്ടത് എന്താ? ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്ത്. വിശുദ്ധ ഫൗസ്റ്റീനയെ കർത്താവ് കരുണയുടെ അപ്പോസ്തലയായി വിളിച്ച് ദൈവകാരുണ്യത്തിന്റെ നദിയിൽ ആ വിശുദ്ധയെ ആറാടുമ്പോൾ ഉണ്ടല്ലോ, എന്നാ സംഭവിച്ചെന്നറിയാമോ? വിശുദ്ധയെ കൊണ്ട് ദൈവം കാണിച്ചു കൊടുത്തു ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ആഴം, അതിൻ്റെ പരപ്പ്. അത് മുഴുവൻ വരുന്ന എവിടെ നിന്നാണെന്നറിയാമോ? അർപ്പിച്ചു, ബലിയർപ്പിച്ചു. പറഞ്ഞു. അത് 2 പദം ഒന്ന് പറഞ്ഞു. ഒരിക്കലായി എന്നേക്കും. ആ വാക്യം തന്നെ നമുക്കൊന്ന് വായിച്ച് അവസാനിപ്പിക്കാം. നിങ്ങൾ ആ വചനം മറന്നു പോകരുത്. എഴുതിയെടുത്തതാണ്. ഇതൊന്ന് പഠിക്കണം, ഇത് വായിക്കണം. എബ്രായ ലേഖനം 7-ാം അധ്യായം വായിക്കണം. എബ്രായ ലേഖനം 4-ാം അധ്യായം വായിക്കണം. 4, 7 കണക്റ്റഡ് ആണ്. പിന്നെ കണക്റ്റഡ് ആകുന്നത് 11-ാം അധ്യായമാണ്. 4, 7, 11 അങ്ങനെ എബ്രായ ലേഖനം പോകുന്നത്. വെൻ യു കണക്ട്, യു ഹാവ് ടു കണക്ട് chapter 4 to chapter 7, then you can connect with chapter 7 to 11. Okay. ഹെബ്രായർ 7:27. എബ്രായർ 7:27 രണ്ടാം ഭാഗം. അവൻ ബലിയർപ്പിക്കേണ്ടതിനായി അവൻ തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കൽ ബലിയർപ്പിച്ചിരിക്കുന്നു. അപ്പൊ അത് നമുക്കൊന്ന് ഒരുമിച്ചൊന്ന് പറയാം. അവൻ തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കൽ. ആ പദം ഒന്ന് പറഞ്ഞു. ഒരിക്കൽ തന്നെ അർപ്പിച്ചുകൊണ്ടവൻ എന്നേക്കുമായി ഒരിക്കൽ ബലിയർപ്പിച്ചു. ഇരുകരങ്ങളും ഉയർത്തിപ്പിടിക്കാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ,
അവിടുത്തെ നിസ്സീമമായ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെല്ലാവരെയും നയിക്കണമേ. പുത്രനായ യേശുവേ കൃപയുടെ നദിക്കരയിലേക്ക് ഞങ്ങളെ ആനയിക്കണമേ. പരിശുദ്ധാത്മാവേ സഹവാസത്തിന്റെ ശക്തിയുമായി ഞങ്ങളെ സജീവമാകണം. പിതാവിന്റെ സ്നേഹം പുത്രന്റെ കൃപ പരിശുദ്ധാത്മാവിന്റെ സഹവാസം. എല്ലാവരും അത് പറയാം. പിതാവിന്റെ സ്നേഹം പുത്രന്റെ കൃപ പരിശുദ്ധാത്മാവിന്റെ സഹവാസം. പിതാവിന്റെ സ്നേഹം പുത്രന്റെ കൃപ പരിശുദ്ധാത്മാവിന്റെ സഹവാസം. പല ആവർത്തി ഒന്ന് വായിക്കൊണ്ട് പറഞ്ഞേ. പിതാവിന്റെ സ്നേഹം പുത്രന്റെ കൃപ പരിശുദ്ധാത്മാവിന്റെ സഹവാസം. കൈകളെ താഴ്ത്തിയിടുക. കണ്ണ് തുറക്കുക. ഇങ്ങോട്ട് നോക്കുക. നന്നായിട്ട് ശ്രദ്ധിക്കുക. ദൈവത്തെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ദൈവത്തിൽ 3 ആളത്വങ്ങളാണ് നാം ദൈവത്തെ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ നാം കാണുന്നത്. ആ 3 ആളത്വങ്ങളെ 3 പേരുകൾ കൊണ്ടാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. ആരൊക്കെയാണ് ആ 3 ആളത്വങ്ങൾ ദൈവത്തിലുള്ളത്? അതിലൊരു പിതാവുണ്ട്, അതിലൊരു പുത്രനുണ്ട്, അതിലൊരു പരിശുദ്ധാത്മാവുണ്ട്. അപ്പോൾ ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്വത്തിലെ ഈ 3 ആളത്വങ്ങളെ സ്തുതിക്കുകയാണ്, അല്ലെങ്കിൽ പുകഴ്ത്തുകയാണ്, അല്ലെങ്കിൽ ആരാധിക്കുകയാണ് ആരാധന എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ദൈവത്തെ ആരാധിക്കുന്നത്? പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന, ആത്മാവാം ദൈവത്തിന്, ത്രിയേക ദൈവത്തിന് ആരാധന. അപ്പോൾ ഈ 3 ആളത്വങ്ങളെ സഭാപിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുമ്പോൾ അവർ നമ്മെ തരംതിരിച്ച് പഠിപ്പിച്ചിരിക്കുകയാണ്. ഈ 3 ആളത്വങ്ങളെ ഒരുമിച്ച് വിളിക്കുന്നതാണ് ത്രിയേകത്വം. പറഞ്ഞു നോക്കിയ പദം ഒന്ന് ത്രിയേകത്വം. ഇംഗ്ലീഷിൽ ട്രിനിറ്റി. ഓക്കെ, 3 ആളത്വങ്ങൾ. അപ്പോൾ ദൈവത്തെ എങ്ങനെയാണ് നമ്മൾ സ്തുതിക്കുന്നത്? പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. നമുക്ക് എഴുന്നേറ്റ് നിന്ന് എല്ലാവർക്കും എഴുന്നേൽക്കാം. 2 കൈകളെയും തട്ടി നമുക്ക് ഒരുമിച്ച് പാടി ആരാധിക്കാം. ത്രിയേക ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് ആരാധന, പുത്രനാം യേശുവിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. പിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, പുത്രനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, ത്രിയേക ദൈവമേ ആരാധന. ആരാധന ഹല്ലേലൂയ, ആരാധന ഹല്ലേലൂയ, ആരാധന ഹല്ലേലൂയ, ആരാധന ഹല്ലേലൂയ, ആരാധന ഹല്ലേലൂയ, ആരാധന ഹല്ലേലൂയ, ആരാധന ആരാധന ഹല്ലേലൂയ. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം യേശുവിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. Father God we worship you, Son Jesus we Worship you, Holy Spirit God we worship you, worshiping the Holy Trinity. Father God we worship you, Son Jesus we worship you, Holy Spirit God we worship you, worshiping the Holy Trinity. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം യേശുവിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇരുകരം ഉയർത്തിപ്പിടിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നന്നായിട്ട് കരം ഉയർത്തി വിളിക്കാം. ഈശോയെ. ഈശോ. Hallelujah, 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 hallelujah.
സ്വരമുയർത്തി കരമുയർത്തി ഒറ്റ വിളി വിളിക്കുക, ഈശോയേ. ഈശോ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടണം. അവിടുത്തെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടണം. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാൻ ഇരുകരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. അന്നു വേണ്ടുന്ന ഈ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ സമ്മതിക്കല്ലേ, പിന്നെയോ ദുഷ്ടങ്ങൾ ഞങ്ങളെ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കുരിശിൻ ചുവട്ടിലെ അമ്മേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. 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 കുരിശിൻ ചുവട്ടിലെ അമ്മ ധീരവനിതയായി നിന്നു. നമ്മുടെ എല്ലാം ധ്യാനം കുരിശിൻ ചുവട്ടിലെ മാതാവിലേക്ക് ഈ നിമിഷം അർപ്പിക്കാം. നിശബ്ദ മൂകസാക്ഷിയായി തൻ്റെ പ്രിയ മകൻ കുരിശിൽ നഗ്നനായി തല ചായ്ച്ച് തൻ്റെ സ്വന്തം തോളിൽ തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദേഹമാസകലം മുറിവേറ്റ തൻ്റെ പ്രിയ കുമാരൻ പുത്രൻ്റെ മുമ്പിൽ ഇതാ ആ കുരിശിൻ ചുവട്ടിൽ നഗ്നപാതയായി ഇതാ ആ അമ്മ നിശബ്ദ സാക്ഷിയായി നിൽക്കുകയാണ്. അന്നവൾ നിശബ്ദയായിരുന്നു, ഇന്നവൾ നിശബ്ദയല്ല. നിനക്കും എനിക്കും വേണ്ടി അവൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയെ സ്വീകരിച്ചുകൊണ്ട് കുരിശിൻ ചുവട്ടിലെ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന ധ്യാനം നമ്മുടെ ഹൃദയത്തിൽ ഈ നിമിഷത്തിൽ കൊണ്ടുവരാം. Mother Mary, at the foot of the cross, please do pray for us. Mother Mary, at the foot of the cross, please do pray for us. കുരിശിൻ ചുവട്ടിലെ അമ്മേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കുരിശിൻ ചുവട്ടിലെ അമ്മേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കുരിശിൻ ചുവട്ടിൽ അമ്മ ധീരവനിതയായി നിന്നു. കുരിശിൻ ചുവട്ടിൽ അമ്മ മൂകസാക്ഷിയായി നിന്നു. ഓ കുരിശിൻ ചുവട്ടിലെ അമ്മേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കുരിശിൻ ചുവട്ടിലെ അമ്മേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയം എപ്പോഴും ഞങ്ങൾ ഓടി ഒളിക്കുന്ന ഒരു അഭയസ്ഥാനമാണ്. ആ നീലക്കാപ്പ കൊണ്ട് ഇന്നിവിടെ വന്നിരിക്കുന്ന ഓരോ മക്കളെയും ചുറ്റണമേ. അമ്മയോടുള്ള സ്നേഹത്തിൽ, ഈശോയോടുള്ള വലിയ ഭക്തിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങയോടുള്ള സ്നേഹം വർദ്ധിക്കുവാൻ പിതാവായ ദൈവമേ അവിടുന്ന് ഇടവരുത്തണമേ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എന്നേക്കുമാമേ. ഇരിക്കാം, സംസ്ഥാനങ്ങളിൽ ഇരിക്കാം. ഇത് എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വചനമാണ് ഇന്ന് കേൾക്കുന്നത്. ഞാൻ പലരോടും നിർബന്ധിച്ച് പറഞ്ഞു, കുറച്ച് വ്യാഴാഴ്ചകൾ നിങ്ങൾ ഒരു നിയോഗം ഏറ്റെടുത്തുകൊണ്ട് തുടർമാനമായിട്ട് വ്യാഴാഴ്ചകൾ മുടക്കാതെ എങ്കിലും വരിക. 5 ദിവസം ധ്യാനം കൂടുവാൻ ശേഷിയുള്ളവർക്ക് അങ്ങനെയും, എന്നാൽ വ്യാഴാഴ്ച മാത്രമായിട്ടെങ്കിലും കടന്നു വരാൻ കഴിയുമെങ്കിൽ ഇത് നമുക്ക് വലിയ പ്രയോജനമാക്കി തീർക്കാം.
ഞങ്ങൾ ഈ ആഴ്ചകളിൽ പലയിടങ്ങളിൽ ശുശ്രൂഷ കഴിഞ്ഞ് ഓടി ഈ വ്യാഴാഴ്ച തോറും ഡിവൈനിൽ എത്തുന്നതിൻ്റെ ലക്ഷ്യം തന്നെ ഈ വ്യാഴാഴ്ച വരുന്നവർക്ക് വലിയൊരു അനുഗ്രഹമായി തീരാൻ വേണ്ടിയാണ്. ഈ വ്യാഴാഴ്ച ഇതാ ഇവിടെ ശുശ്രൂഷ കഴിഞ്ഞാൽ ഞങ്ങൾ മംഗലാപുരത്ത് ശുശ്രൂഷയ്ക്കായിട്ട് ഇവിടുന്ന് പോകുകയാണ്. നാളെ രാവിലെ മുതൽ മംഗലാപുരത്ത് ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ ശുശ്രൂഷകളെല്ലാം അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എബ്രായ ലേഖനം ഹീബ്രൂസ് ചാപ്റ്റർ 7 verses 17. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വചനം. എബ്രായർ 7:17. എബ്രായർ 7:17. എന്തെന്നാൽ നീ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനാകുന്നു എന്ന് അവനെക്കുറിച്ച് സാക്ഷ്യമുണ്ട്. ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? കുറച്ചു നേരം ശ്രദ്ധിക്കണമേ. തല പൊക്കുക, കണ്ണ് തുറക്കുക, നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ എബ്രായ ലേഖനത്തിലും ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിലും മാത്രം കാണുന്ന ഒരു വ്യക്തിയാണ് മൽക്കിസദേക്ക്. ഒന്ന് പറഞ്ഞു നോക്കിയ പദം മെൽക്കിസദേക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം, മെൽക്കി എന്ന എബ്രായ പദത്തിൻ്റെ അർത്ഥം ദ കിങ്, രാജാവ് എന്നാണ്. അപ്പം സാദേക്ക് എന്ന എബ്രായ പദത്തിൻ്റെ അർത്ഥം നീതിയുടെ എന്നാണ്. അപ്പം മൽക്കിസദേക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം നീതിയുടെ രാജാവ് എന്നാണ്. എന്താണ് മൽക്കിസദേക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം? നീതിയുടെ രാജാവ്. ഹല്ലേലൂയ. കിങ് ഓഫ് റൈച്ചസ്നെസ്, നീതിയുടെ, കിങ് ഓഫ് ജസ്റ്റ് അല്ലെങ്കിൽ നീതിയുടെ രാജാവ്. ഈ മൽക്കിസദേക്ക് ആരായിരുന്നു? ഈ മൽക്കിസദേക്കിൻ്റെ പൗരോഹിത്യമാണ് ഈശോ പേറുന്നതെന്ന് ഈശോ ആവശ്യപ്പെടുകയാണ്, ഈശോ പറയുകയാണ്. അപ്പോൾ ഈ മൽക്കിസദേക്ക് ആരായിരുന്നു? എന്താണ് ഈ ഈശോ പേറുന്ന മൽക്കിസദേക്കിൻ്റെ പൗരോഹിത്യം കൊണ്ട് നമുക്കുള്ള പ്രയോജനം? അതാണ് ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നന്നായിട്ട് വചനം കേൾക്കാനായിട്ട് കൈയടിച്ച് ഒന്നുകൂടെ കർത്താവിനെ സ്തുതിച്ചേ, നല്ലതായിട്ടൊന്ന് കൈയടിച്ചൊന്ന് സ്തുതിച്ചേ. അപ്പോൾ ഈ മൽക്കിസദേക്ക് ശാലേം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ രാജാവായിരുന്നു. യുദ്ധം ജയിച്ചു വന്ന അബ്രഹാമിനെ എതിരേറ്റ് മൽക്കിസദേക്ക് ബലിവസ്തുക്കളാകുന്ന വീഞ്ഞും അപ്പവുമായി മൽക്കിസദേക്ക് അബ്രഹാമിനെ എതിരേൽക്കുന്നത് ഉൽപ്പത്തി 14 നമ്മൾ കാണുകയാണ്. അപ്പോൾ ഈ മൽക്കിസദേക്ക് എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ഈ മൽക്കിസദേക്കിൻ്റെ പൗരോഹിത്യം പേറുന്നതെന്ന് ഞാൻ ഒറ്റ വാക്കിൽ പറയാം. 2 പൗരോഹിത്യങ്ങൾ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് ലേവി ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ്, മറ്റൊന്ന് മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ്. ആരാണ് ലേവി? ലേവി ക്രമപ്രകാരമുള്ള പൗരോഹിത്യം ആരംഭിക്കുന്നത് യാക്കോബിൻ്റെ മകനായ, യാക്കോബിന് 12 മക്കളായിരുന്നു. ആ 12 മക്കളുടെ ഒരാളുടെ പേരാണ് ലേവി. ആ ലേവിക്കും അവൻ്റെ മക്കൾക്കുമാണ് പൗരോഹിത്യം എഴുതി കൊടുത്തിരുന്നത്. അപ്പോൾ ലേവിയും അവൻ്റെ മക്കളുമാണ് പൗരോഹിത്യം സ്വീകരിച്ചിരുന്നതും പുരോഹിതന്മാരായിരുന്നതും. എന്നാൽ ലേവി ക്രമത്തിൽ ഉൾപ്പെടാത്ത, ലേവി കുടുംബത്തിൽ ജനിക്കാത്ത മറ്റൊരു പുരോഹിതനും വേറൊരു പൗരോഹിത്യവും പഴയ നിയമത്തിൽ തന്നെയുണ്ട്. ആ പൗരോഹിത്യമാണ് യേശുക്രിസ്തു തൻ്റേതായി സ്വീകരിക്കുന്നത്. ലേവി പൗരോഹിത്യ പ്രകാരം യേശുക്രിസ്തുവിന് പുരോഹിതനാകാനും നമുക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കാനും കഴിയുകയില്ല. കാരണം യേശു ജനിച്ചത് ലേവി ഗോത്രത്തിലല്ല, ഈശോ ജനിച്ചത് യഹൂദ ഗോത്രത്തിലാണ്. യഹൂദ ഗോത്രത്തിൽ ജനിക്കുന്ന ആൾക്ക് ലേവി ഗോത്രത്തിൽ ജനിച്ച ആളുടെ കീഴിൽ ഉള്ള പൗരോഹിത്യം സ്വീകരിക്കാനും പുരോഹിതനാകാനും കഴിയാത്തത് കൊണ്ട് ഇതാ യേശു എന്നേക്കുമുള്ള പുരോഹിതനാണ്, നിത്യപുരോഹിതനാണ്. പക്ഷേ യേശു പുരോഹിതനായിരിക്കുന്നത് ലേവി ക്രമപ്രകാരമല്ല, പിന്നെയോ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമാണ്. ഇത്രയും മനസ്സിലായെങ്കിൽ ഒന്ന് കൈയടിച്ചൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഓക്കെ, ഇനി ശ്രദ്ധിച്ച് കേൾക്കുക. ലേവി പൗരോഹിത്യത്തിൽ ആണ് നമ്മൾ ഈ മൃഗബലി മുഴുവൻ പഴയ നിയമത്തിൽ കാണുന്നത്. ആടിനെ, മാടിനെ, പ്രാവിനെ, ധാന്യത്തെ ഒക്കെ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നത്. ആടിനെ വെട്ടിക്കൊന്ന് അതിൻ്റെ ശരീരം, മജ്ജ, മേധസ് ഇതെല്ലാം വേർതിരിച്ച് ഈ ചുടുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് ചുട്ട് ആ ചുടലിൻ്റെ പുക മുകളിലോട്ട് ഉയരുമ്പോൾ ആ ഉയരുന്ന പുകയിൽ ദൈവപ്രസാദം കാണുന്ന പൗരോഹിത്യമാണ് നമ്മൾ പഴയ നിയമത്തിൽ ലേവ്യ ക്രമപ്രകാരം കാണുന്ന പൗരോഹിത്യം. എന്നാൽ ലേവ്യ ക്രമപ്രകാരം വരുന്ന പൗരോഹിത്യത്തിന് മുമ്പ് മറ്റൊരു പൗരോഹിത്യം ഉണ്ടായിരുന്നു. ആ പൗരോഹിത്യത്തിൽ ആടിനെ കൊല്ലലില്ല,
മാടിനെ കൊല്ലലില്ല, പ്രാവിനെ കണ്ടിക്കലില്ല, ധാന്യമർപ്പിക്കലില്ല. ആ പൗരോഹിത്യത്തിൽ ഉണ്ടായിരുന്ന ഒരൊറ്റ അർപ്പണമായിരുന്നു. ആ അർപ്പണമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പവും വീഞ്ഞും കൊണ്ട് മൽക്കിസദേക്ക് അബ്രഹാമിനെ എതിരേറ്റു. ഹല്ലേലൂയ. എന്താണ് മൽക്കിസദേക്ക് കയ്യിലെടുത്തത്? അപ്പവും വീഞ്ഞും. കരമുയർത്തി ഒന്ന് പറഞ്ഞേ, അപ്പവും വീഞ്ഞും. വീഞ്ഞും. എന്താണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പെസഹായുടെ നാളിൽ കയ്യിലെടുത്തത്? അപ്പവും വീഞ്ഞും. മൽക്കിസദേക്ക് എന്താണ്? 14-ാം അധ്യായം ആരംഭ പുസ്തകമായ ബൈബിളിലെ ആരംഭ പുസ്തകത്തിന്റെ പേര് പറഞ്ഞേ, ഉൽപ്പത്തി. അവിടെ ഉൽപ്പത്തി 14-ൽ മൽക്കിസദേക്ക് കയ്യിലെടുത്ത് എന്താണ്? അപ്പവും വീഞ്ഞും. ഈശോ പെസഹായുടെ നാളിൽ കയ്യിലെടുത്ത് എന്താണ്? അപ്പവും വീഞ്ഞും. എന്നാൽ ഇതിനിടയിൽ കാണുന്ന പുരോഹിതരെല്ലാം കയ്യിലെടുത്ത് എന്താണ്? പറഞ്ഞു ആടിൻ്റെയും മാടിൻ്റെയും ശരീരം. അപ്പവും വീഞ്ഞും കൊണ്ടുള്ള ബലിയർപ്പണം അതെവിടെ തുടങ്ങിയതാണ്? അത് സ്വർഗത്തിൽ എന്നേക്കുമായുള്ള അർപ്പണമാണ്. അതുകൊണ്ടാണ് ഈശോ ആവർത്തിച്ച് യോഹന്നാൻ 6-ൽ പറയുന്നത്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു. കൈയടിച്ചൊന്ന് സ്തുതിച്ചോ. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു. ഒരാൾക്ക് കൈ കൊടുത്ത് പറഞ്ഞേ, ഈശോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന. ഒരാൾക്ക് കൈ കൊടുത്ത് പറഞ്ഞേ, ഈശോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ്. സ്വർഗത്തിൽ നിന്ന് അപ്പം ഇറങ്ങി വരണമെങ്കിൽ സ്വർഗത്തിൽ അപ്പം ഉണ്ടാകണ്ടേ? ഹലോ, സ്വർഗത്തിൽ നിന്ന് അപ്പത്തിൻ്റെ രൂപത്തിൽ അവൻ ഇറങ്ങി വരണമെങ്കിൽ സ്വർഗത്തിൽ അപ്പം ഉണ്ടാകണ്ടേ? ഹല്ലേലൂയ. അപ്പം ഇനി മൽക്കിസദേക്ക് എടുത്ത അപ്പം ഏതപ്പമാണ്? അബ്രഹാമിനെ എതിരേറ്റ മൽക്കിസദേക്ക് എടുത്ത അപ്പം ഏതപ്പമാണ്? മൽക്കിസദേക്ക് എടുത്ത വീഞ്ഞ് ഏത് വീഞ്ഞാണ്? അപ്പവും വീഞ്ഞും എന്ന് പറയുന്നത് നിത്യമായി കഴിഞ്ഞകാല നിത്യത മുതൽ വരുംകാല നിത്യത വരെ ദൈവത്തിന് സംശയം കൂടാതെ ഭേദം കൂടാതെ ദൈവത്തിന് അർപ്പിക്കുന്ന ഒരു ബലിയാണ് ഏത്? അപ്പവീഞ്ഞങ്ങളുടെ ബലിയർപ്പണം. അതുകൊണ്ടാണ് ഈശോ ആവർത്തിച്ച് പറയുന്നത്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു. പെസഹായുടെ നാളിൽ ഈശോ കയ്യിലെടുത്തത് അപ്പമാണോ ശരീരമാണോ? കേട്ടില്ല. അപ്പമാണ് ഈശോ കയ്യിലെടുത്തേ. വാഴ്ത്തിയത്, നുറുക്കിയത് എല്ലാം അപ്പമാണ്. പക്ഷെ കൊടുക്കുമ്പോൾ ഈശോ പറയുന്നു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം. അപ്പമെടുത്തു, അപ്പമുയർത്തി, വാഴ്ത്തി. ഇതാ വാഴ്ത്തലിന് ശേഷം ഈശോ പറയുകയാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്. അപ്പോൾ ഈശോ ആരാണ്? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ്. ഇതാരാ ആദ്യമേ കൈകാര്യം ചെയ്തേ? പഴയ നിയമത്തിൽ ഇത് കൈകാര്യം ചെയ്ത ആളുടെ പേരാണ് മൽക്കിസദേക്ക്. മൽക്കിസദേക്ക് എന്ന വാക്കിന്റെ അർത്ഥം അറിയാവുന്നവരൊന്ന് കരമുയർത്തി പറഞ്ഞേ. മൽക്കിസദേക്ക് എന്ന വാക്കിന്റെ അർത്ഥം നീതിയുടെ രാജാവ്. ഒന്നുകൂടെ പറഞ്ഞേ, നീതിയുടെ രാജാവ്. ഹല്ലേലൂയ. അപ്പൊ ഇപ്പൊ നമ്മൾ ആരെ കാണുകയാണ്? ഈശോയെ കാണുക. ഇത്രയും നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് എബ്രായർ 7:17 ഒന്നുകൂടെ രാജേട്ടൻ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചോ. എബ്രായർ 7:17. എബ്രായർ 7:17 ഇപ്പൊ നമ്മൾ വായിച്ചു. എന്തെന്നാൽ നീ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനാകുന്നു. കണ്ടോ, ഈശോ ആരാകുന്നു? മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനാകുന്നു. ആ പദം ഒന്ന് കരമുയർത്തി എന്ന് പറഞ്ഞ്, എന്നേക്കും പുരോഹിതനാകുന്നു. ഈശോ ആരാണ്? മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം ഈശോ എന്നേക്കും പുരോഹിതനാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് കർത്താവിന്റെ പൗരോഹിത്യം അവസാനിക്കാത്തത്. കർത്താവ് എന്ന മഹാപുരോഹിതൻ, ശ്രേഷ്ഠ പ്രധാന പുരോഹിതൻ. ഒന്ന് പറഞ്ഞോ, കർത്താവ് എന്ന ശ്രേഷ്ഠ പ്രധാന പുരോഹിതൻ. കർത്താവ് എന്ന ശ്രേഷ്ഠ പുരോഹിതൻ എന്നേക്കുമുണ്ട്. എന്നേക്കുമുണ്ട്. അവിടുന്ന് എന്നേക്കും ശ്രേഷ്ഠ പുരോഹിതനാണ്. അവിടുന്ന് എന്നേക്കും ശ്രേഷ്ഠ പുരോഹിതനാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബ്രദറെ, ഇതുകൊണ്ട് എനിക്ക് എന്നാ ഗുണം? ഇതല്ലേ അടുത്ത ചോദ്യം. ഇതൊക്കെ മനസ്സിലായി, പക്ഷെ ഇതുകൊണ്ട് എനിക്കെന്താ ഗുണമെന്നല്ലേ അടുത്ത ചോദ്യം. ആ ഗുണം അറിയാനാ നിങ്ങൾ തൊട്ട് താഴേക്ക് വായിക്കേണ്ടത്. എബ്രായർ 7-ാം അധ്യായത്തിൻ്റെ തൊട്ട് താഴേക്ക് വായിച്ചോ. താഴേക്ക് വരുമ്പോൾ 23-ാമത്തെ വാക്യം. മുൻകാലങ്ങളിൽ അനേകം പുരോഹിതന്മാരുണ്ടായിരുന്നു. ഏതാ? പഴയ നിയമത്തില്. പക്ഷേ എന്തായിരുന്നു പ്രശ്നം? എന്നാൽ ശുശ്രൂഷയിൽ തുടരാൻ മരണം
അവരെ അനുവദിച്ചില്ല. 40-ാമത്തെ വയസ്സിൽ ആ പുരോഹിതനാകാൻ പറ്റുന്നത്. 40-ാമത്തെ വയസ്സിൽ പുരോഹിതനായ ഒന്ന് പൗരോഹിത്യ ശുശ്രൂഷയൊക്കെ ഒന്ന് പഠിച്ചു വരുമ്പോഴത്തേക്കും പുറകെ എന്ത് വരും? ആ വരുന്ന ആളുടെ പേര് പറഞ്ഞേ, മരണം. മരണം വരുന്നതുകൊണ്ട് അവർക്ക് എന്ത് പറ്റിയില്ല? ശുശ്രൂഷകരായിട്ട് ഒത്തിരി നാൾ തുടരാൻ പറ്റിയില്ല. എന്നാൽ അടുത്ത് നോക്കൂ, അതുകൊണ്ട് തന്നെ തൻ്റെ അടുക്കൽ വരുന്നവരെ രക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ നമുക്കിന്നൊരു പുരോഹിതനുണ്ട്. നമ്മുടെ പുരോഹിതന്റെ പേരൊന്ന് കരമുയർത്തി പറഞ്ഞേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. 34-ാമത്തെ വചനം, യേശു ആകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് ഈ വചനം ഒന്ന് വായിച്ചാലോ? എബ്രായർ 7:24. താല്പര്യമുള്ളവർ പെട്ടെന്ന് എഴുന്നേറ്റുന്നു. യേശു ആകട്ടെ എന്നേക്കും. ഒരുമിച്ച് റെഫറൻസ് പറയാം. എബ്രായർ 7:24. യേശു ആകട്ടെ എന്നേക്കും നിലനിൽക്കുന്നത് കൊണ്ട് അവന്റെ പൗരോഹിത്യം കൈമാറപ്പെടുന്നില്ല. ഒന്നുകൂടെ പറ, അവന്റെ പൗരോഹിത്യം കൈമാറപ്പെടുന്നില്ല. എബ്രായർ 7:25. എബ്രായർ 7:25. ഈ വചനം കൈ ഉയർത്തിപ്പിടിച്ച് പറയണേ. മുഷ്ടി ഉരുട്ടി നല്ല ഇൻകലാബ് സിന്ദാബാദ് ഒക്കെ വിളിക്കുന്നതിൽ ശക്തിയോട് പറയണേ. എബ്രായർ 7:25. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. ഹല്ലേലൂയ. കരമടിച്ചു സ്തുതിച്ചോ പ്രിയ മക്കളെ. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. ഹല്ലേലൂയ. ആർക്ക് കഴിവുണ്ട്? ഈശോയ്ക്ക് കഴിവുണ്ട്. എന്തിന് ഈശോയ്ക്ക് കഴിവുണ്ട്? തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ. ഒന്നുകൂടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ ആ വചനം പറയണം, ഉറക്കെ പറഞ്ഞു. ഇത് വലിയ അഭിഷേകമായിട്ട് നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ മക്കളുടെ മേല്, സാമ്പത്തിക മേഖലയിൽ, കുടുംബ ജീവിതത്തിൽ എല്ലാ മേഖലയിലും കയറുമെന്ന് വിശ്വസിച്ച് കരം ഉയർത്താവുന്നിടത്തോളം ഉയർത്തിപ്പിടിച്ച് എബ്രായർ 7:25. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. കരം ചേർത്തടിച്ചു ഈശോയ്ക്ക് ആരാധന കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. ഒരാളുടെ കൈ പിടിച്ച് പറഞ്ഞു, നിന്നെ പൂർണ്ണമായി രക്ഷിക്കാൻ അവിടെ കഴിവുണ്ട്. നിന്നെ പൂർണ്ണമായി രക്ഷിക്കാൻ അവിടുന്ന് കഴിവുണ്ട്. പറഞ്ഞു നിന്നെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. നിങ്ങൾ അടുത്തിരിക്കുന്ന ആളോടൊന്ന് പ്രവചിച്ചോ വേണമെങ്കിൽ നിന്നെ പൂർണ്ണമായി രക്ഷിച്ചിരിക്കും. പറഞ്ഞു നിന്നെ പൂർണ്ണമായി രക്ഷിച്ചിരിക്കും. ഏത് മേഖലയിലാ നീ ആയിരിക്കുന്നെങ്കിലും നിന്നെ പൂർണ്ണമായി രക്ഷിച്ചിരിക്കും. ഹല്ലേലൂയ. ഏത് കുഴിയിലാ നീ വീണ് കിടക്കുന്നെങ്കിൽ അവിടുന്ന് നിന്നെ പൂർണ്ണമായി രക്ഷിച്ചിരിക്കും. അത് പാപത്തിന്റെ ബന്ധനമാണെങ്കിൽ അവിടുന്ന് നിന്നെ രക്ഷിച്ചിരിക്കും. അത് ശാപത്തിന്റെ പിന്തുടർച്ചയാണെങ്കിൽ അവിടുന്ന് നിന്നെ രക്ഷിച്ചിരിക്കും. അത് ഒന്നിന് പുറകെ ഒന്നായി രോഗമാണെങ്കിൽ അവിടുന്ന് നിന്നെ ഇന്ന് രക്ഷിച്ചിരിക്കും. ആർത്ത് വിളിച്ച് കൈയടിച്ച് സ്തുതിച്ച് വിളിച്ചോ ഈശോയേ. പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. നിന്നെ പൂർണ്ണമായി രക്ഷിക്കും. ഏത് കെട്ടുകളെയും അഴിച്ച് അവൻ നിന്നെ പൂർണ്ണമായി രക്ഷിച്ചേ പോകുകയുള്ളൂ. ഈ ധ്യാന കേന്ദ്രത്തിൽ ഇന്ന് വന്നിരിക്കുന്നവരോട്, ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരോട്, ഈ വചനം ഇതിന് ശേഷം കേൾക്കാൻ പോകുന്നവരോട് ഞാൻ ആവർത്തിച്ചു വിളിച്ചു പറയട്ടെ, നീ വിളിക്കുന്ന നിന്റെ കർത്താവ് പാതി വഴിയിൽ പ്രശ്നം വരുമ്പോൾ നിന്നെ ഇട്ടു പോകുന്നവനല്ല. പൂർണ്ണമായി രക്ഷിക്കാൻ കഴിയുന്നവൻ.
അപ്പൊ അതൊന്ന് പറഞ്ഞോ, പൂർണ്ണമായി രക്ഷിക്കാൻ കഴിയുന്നവൻ, പൂർണ്ണമായി രക്ഷിക്കാൻ കഴിവുള്ളവൻ. അമ്മയെ രക്ഷിച്ചു, മക്കളെ ഇട്ടേച്ച് പോകത്തില്ല. മക്കളെ രക്ഷിച്ചു, അമ്മയെ ഇട്ടേച്ച് പോകത്തില്ല. ഞങ്ങളുടെ 4 പേരുടെയും പ്രശ്നം തീർന്നു ബ്രദർ, പക്ഷെ മകളുടെ പ്രശ്നം ഇപ്പോഴും കിടക്ക ഇല്ല. അവൻ അത് ഉപേക്ഷിച്ചു പോകത്തില്ല. വീട്ടിലെ പ്രശ്നം തീർന്നു ബ്രദർ, പക്ഷേ അടുത്തുള്ള പ്രശ്നങ്ങൾ ചിലത് ഇല്ല. ഇന്ന് ഞാൻ ആവർത്തിച്ച് പ്രവചിച്ച് പറയട്ടെ, നിന്നെ പൂർണ്ണമായി രക്ഷിക്കാൻ എന്റെ ഭർത്താവിനെ കർത്താവ് രക്ഷിക്കും, പൂർണ്ണമായി രക്ഷിക്കുമെന്ന് ഉറപ്പുള്ള ഭാര്യമാര്, അമ്മമാര്, വീട്ടമ്മമാര് സ്തുതിക്കാൻ തുടങ്ങിക്കോ. ഞാൻ ദൈവത്തെ വിളിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുക. ഞാൻ കർത്താവിനെ വിളിക്കാൻ നിൽക്കുക. എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്. ഉറപ്പുള്ളവർ പറഞ്ഞു, എന്നെ പൂർണ്ണമായി രക്ഷിച്ചിരിക്കും. എന്നെ പൂർണ്ണമായി രക്ഷിക്കാൻ. ഒന്ന് പറഞ്ഞു, എന്നെ പൂർണ്ണമായി രക്ഷിക്കാൻ. ഓ ഹല്ലേലൂയ. അമ്മയെ ഉപേക്ഷിക്കത്തില്ല, അപ്പനെ ഉപേക്ഷിക്കത്തില്ല, മകനെ ഉപേക്ഷിക്കത്തില്ല, നിന്റെ സഹോദരനെ ഉപേക്ഷിക്കത്തില്ല. കുലവും കുടുംബവും ഒന്നും ശേഷിക്കാതെ. ഹല്ലേലൂയ. ഓ ഒന്ന് പറഞ്ഞു, വേരു മുതൽ കൊമ്പ് വരെ. പറഞ്ഞു, വേരു മുതൽ കൊമ്പ് വരെ. കൈയടിച്ച് സ്തുതിച്ചിട്ട് ഇരുന്നേ. ഈ വചന കൈയടിച്ച് സ്തുതിച്ചിട്ട് ഇരുന്നേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരുന്നേ. ബഹുമാനപ്പെട്ട പനക്കിലച്ചൻ ഇവിടെ ഇരിക്കുന്നു. ബഹുമാനപ്പെട്ട പനക്കിലച്ചൻ മുതൽ മുഴുവൻ പുരോഹിതരും പുരോഹിതരാകുന്നത് ഈ വചനത്തിൻ്റെ അകമ്പടിയാലാണ്. യേശു എന്ന നിത്യ പൗരോഹിത്യൻ പുരോഹിതനില്ലെങ്കിൽ ഇവർക്കാർക്കും പുരോഹിതരാകാൻ കഴിയുകയില്ല. അവിടുത്തെ പൗരോഹിത്യത്തിന് മാറ്റമില്ലാത്തത് കൊണ്ടാണ് നിത്യ പുരോഹിതനോട് ചേർന്ന് മനുഷ്യർക്ക് പുരോഹിതരാകാൻ കഴിയുന്നത്. ഹല്ലേലൂയ. തന്നെ ബലിയർപ്പിച്ചവനും ഈ അൽത്താരയിൽ ബലിയിൽ സന്നിഹിതനാകുന്നവനും രണ്ടല്ല, ഒന്നാണ്. ഇതാണ് നൂറ്റാണ്ടുകളായിട്ടുള്ള സഭയുടെ വിശ്വാസം. ഇന്ന് പുരോഹിതൻ കയ്യിലെടുത്തുയർത്തുന്ന അപ്പവും അന്ന് ബലിപീഠത്തിൽ തന്നെ അർപ്പിച്ച ഈശോയും രണ്ടല്ല, ഒന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഇതുമായും ഇത് അതുമായും ഒന്നായി ചേരുന്നു. ഇതാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഈ വിഷയത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. ബലിപീഠത്തിൽ അർപ്പിക്കുന്ന ബലിയും തന്നെ കുരിശിൽ ഈശോ അർപ്പിച്ച ബലിയും രണ്ടല്ല. സത്തയിലും സാരാംശത്തിലും അതൊന്നായി നിലനിൽക്കുന്നു. ഹല്ലേലൂയ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്ന ഞാൻ ഈ പറയുന്നത്. ഹല്ലേലൂയ. ഏറ്റവും വലിയ അത്ഭുതം, ഈ അൽത്താരയിൽ ഈശോ തൻ്റെ ശരീരവുമായി തൻ്റെ രക്തവുമായി ഈ അപ്പത്തെയും ഈ പാനപാത്രത്തിലെ വീഞ്ഞിനെയും മാറ്റുന്നു എന്നതിനപ്പുറത്ത് അതിലും വലിയൊരത്ഭുതം സഭയിലില്ല, ലോകത്തിലില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്നെ ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ തന്നെ ആക്കി മാറ്റുന്നു. ഈ അപ്പം കർത്താവിൻ്റെ തിരുശരീരമാകുന്നു. ഹല്ലേലൂയ. ഈ വീഞ്ഞ് കർത്താവിൻ്റെ തിരുരക്തമാകുന്നു. ഈ ഒരൊറ്റ രഹസ്യത്തിനകത്താണ് 2026 വർഷം സഭ നിലനിന്നത്, ഇനിയുള്ള കാലത്തിൽ സഭ നിലനിൽക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും വലിയ പരമമായ രഹസ്യത്തിലേക്ക് നാം വരികയാണ്. ഏതാണ് ആ രഹസ്യം? ഈശോയുടെ നിത്യപൗരോഹിത്യം. പറഞ്ഞാട്ടെ, ഈശോയുടെ നിത്യപൗരോഹിത്യം. ഈശോയുടെ നിത്യപൗരോഹിത്യം. ഹല്ലേലൂയ. ആ നിത്യപൗരോഹിത്യത്തിലേക്കാണ് ഓരോ മക്കളും തിരിച്ചറിഞ്ഞ് പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഹല്ലേലൂയ. ഈശോ എന്ന നിത്യപുരോഹിതൻ. ഹല്ലേലൂയ. ആ പൗരോഹിത്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ പൗരോഹിത്യം നിലനിൽക്കുന്നത്. ഇത് ഇൻവാലിഡായി പോകും എപ്പോൾ? ആ പൗരോഹിത്യം നിലനിൽക്കുന്നില്ല, ഈശോയുടെ നിത്യപൗരോഹിത്യം നിലനിൽക്കുന്നില്ല എങ്കിൽ. എന്നാൽ ഈ വചനത്തിൽ എങ്ങനെയാണ് നമ്മൾ വായിച്ചത്? ഒന്നുകൂടെ വായിച്ചോ. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ ആ വചനം ഒന്നുകൂടെ വായിച്ചോ. 25-ാമത്തെ വാക്യം, 26-ാമത്തെ വാക്യം, 25. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ, തന്നിലൂടെ ദൈവത്തെ സമീപിക്കുക.
അപ്പം മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ഒരു പൗരോഹിത്യം, ഒരു പുരോഹിതൻ നമുക്കുണ്ടെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അവനിലൂടെ ദൈവത്തെ സമീപിക്കുക. ഒരാൾക്ക് കൈകൊടുത്ത് പറഞ്ഞ് അവനിലൂടെ ദൈവത്തെ സമീപിക്കുക, ഹല്ലേലൂയ. അവനിലൂടെ ദൈവത്തെ സമീപിക്കുക. എന്തുകൊണ്ട് അവനിലൂടെ ദൈവത്തെ സമീപിക്കണം? എഴുതിയെടുക്കുന്നവർ പെട്ടെന്ന് എഴുതിയെടുത്തോ. 26-ാമത്തെ വചനം. അവന്റെ ഗുണങ്ങളാണ് പറയുന്നത്. പരിശുദ്ധനും ദോഷരഹിതനും നിഷ്കളങ്കനും പാപികളിൽ നിന്ന് വേർതിരിഞ്ഞവനും സ്വർഗത്തിന്മേൽ ഉയർത്തപ്പെട്ടവനുമായ ഒരു പുരോഹിതൻ നമുക്കുണ്ടായിരിക്കുക ഉചിതമായിരുന്നു. ഹല്ലേലൂയാ. പരിശുദ്ധൻ, ദോഷരഹിതൻ, നിഷ്കളങ്കൻ, പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവൻ, സ്വർഗത്തിന്മേൽ ഉയർത്തപ്പെട്ടവൻ, സ്വർഗത്തിനുമേൽ ഉയർത്തപ്പെട്ടവൻ. ഹല്ലേലൂയാ. ഇങ്ങനൊരു പുരോഹിതൻ എനിക്കുണ്ട്. ഈ ഒരു ബോധ്യത്തിലേക്ക് എല്ലാ മക്കളും വന്ന ഇങ്ങനൊരു പുരോഹിതൻ എനിക്കുണ്ട്. എങ്ങനൊരു പുരോഹിതൻ നിനക്കുണ്ട്? ഒന്നുകൂടെ പറഞ്ഞോ. പരിശുദ്ധൻ, ദോഷരഹിതൻ, നിഷ്കളങ്കൻ, പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനും സ്വർഗത്തിന്മേൽ ഉയർത്തപ്പെട്ടവനുമായ ഒരു പുരോഹിതൻ നമുക്കുണ്ടായിരിക്കുക ഉചിതമായിരുന്നു. ഹല്ലേലൂയാ. അന്നത്തെ ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് 27-ാമത്തെ വചനവും കൂടെ എഴുതി വെച്ച് വായിക്കാൻ കേട്ടോ. അന്നത്തെ പുരോഹിതന്മാരെ പോലെ ആദ്യമേ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി ആദ്യം അവരെന്ത് ചെയ്യും? സ്വന്തം പാപത്തിന് വേണ്ടി ബലിയർപ്പിക്കും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? അനന്തരം ജനത്തിന്റെ പാപം. കാരണം താനും പാപിയ, അർപ്പിക്കാൻ വരുന്ന വ്യക്തിയും പാപിയ, അർപ്പിക്കാൻ ആവശ്യപ്പെട്ടവരും പാപിയാണ്. ഹല്ലേലൂയ. നോക്കിയേ, പാപങ്ങൾക്ക് വേണ്ടിയും അനുദിനം അവൻ ബലിയർപ്പിക്കേണ്ടതില്ല. ഹല്ലേലൂയ. അനന്തരം ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടിയും അനുദിനം അവൻ ബലിയർപ്പിക്കേണ്ടതില്ല. അവൻ തന്നെ അർപ്പിച്ചുകൊണ്ട്. എന്തോ വചനമാത്. ഒന്ന് 27-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം വായിച്ച്. അവൻ തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കൽ ബലിയർപ്പിച്ചിരിക്കുന്നു. ഒരിക്കൽ പറഞ്ഞു, എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞു. അവൻ തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കൽ ബലിയർപ്പിച്ചിരിക്കുന്നു. ഇത് പേനയും കൊണ്ടിരിക്കുന്നവരൊന്ന് എഴുതാമോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. ഇത് ഒന്ന് എഴുതാമോ? ഇത് വലിയൊരു എബ്രായർ 7:27 2-ാം ഭാഗം. അവൻ തന്നെ എന്നെഴുതിക്കെ. അവൻ തന്നെ എഴുതിക്കെ പേനയും പേപ്പറുള്ളൊരു. അവൻ തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കൽ ബലിയർപ്പിച്ചു. തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കൽ. എന്നാ രഹസ്യം. വാ ശ്രദ്ധിക്കേ. തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കൽ ബലിയർപ്പിച്ചു. ഒന്ന് പറഞ്ഞു നോക്കിയേ. തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കൽ ബലിയർപ്പിച്ചു. നോക്കി. തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കൽ ബലിയർപ്പിച്ചു. ഒരു 10 പ്രാവശ്യം പറഞ്ഞ്. തന്നെ ബലിയർപ്പിച്ച് എന്നേക്കുമായി ഒരിക്കൽ. ഇല്ല, കിട്ടിയില്ല. നിങ്ങൾക്ക് ഇപ്പോഴും അതിന്റെ രഹസ്യം കിട്ടിയില്ല. ഒന്നുകൂടെ നല്ലതായിട്ട് വായിച്ചോ. എബ്രായർ 7:27. അവൻ തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കൽ ബലിയർപ്പിച്ചിരിക്കുന്നു. തന്നെ അർപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് 2ാമത് വരുമ്പം കണ്ടോ? ബലിയർപ്പിച്ചിരിക്കുന്നു. തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി അവൻ ബലിയർപ്പിച്ചിരിക്കുന്നു. എന്നോട് പറഞ്ഞോ. തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി അവൻ ബലിയർപ്പിച്ചിരിക്കുന്നു. ഒന്ന് കരമുയർത്തി പറഞ്ഞു. തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി അവൻ ബലിയർപ്പിച്ചു. പറഞ്ഞോ. തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായവൻ ബലിയർപ്പിച്ചു. പറഞ്ഞു. തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായവൻ ബലിയർപ്പിച്ചു. ഇത് പഠിച്ചവരൊന്ന് എഴുന്നേറ്റ് ഒന്ന് കൈ ഉയർത്തി ഒന്ന് പറഞ്ഞേ. പഠിച്ചവർ എഴുന്നേറ്റാ മതി, അല്ലാത്തവർ പഠിച്ചിട്ട് എഴുന്നേറ്റാ. തന്നെ ബലിയർപ്പിച്ചുകൊണ്ട്
തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായവൻ ബലിയർപ്പിച്ചു. പഠിച്ചവരൊന്ന് എഴുന്നേറ്റൊന്ന് പറഞ്ഞിട്ടിരുന്നേ. തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ടവൻ എന്നേക്കുമായൊരു ബലിയർപ്പിച്ചു. തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ടവൻ എന്നേക്കുമായൊരു ബലിയർപ്പിച്ചു. തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ടവൻ എന്നേക്കുമായൊരു ബലിയർപ്പിച്ചു. എനിക്ക് പാടാൻ തോന്നുന്നു രാജേട്ടാ. തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ടവൻ എന്നേക്കുമായൊരു ബലിയർപ്പിച്ചു. പറഞ്ഞു തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ടവൻ എന്നേക്കുമായൊരു ബലിയർപ്പിച്ചു. പറഞ്ഞു തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ടവൻ. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞവരിയ്ക്ക്, ബാക്കിയുള്ളവർ എഴുന്നേറ്റെന്ന് പറയട്ടെ. നിങ്ങൾ എങ്ങനെ എഴുന്നേറ്റെന്ന് അവരെങ്ങനെ എഴുന്നേറ്റെന്ന് പറയുന്നത്. പറഞ്ഞു തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ടവൻ എന്നേക്കുമായൊരു ബലിയർപ്പിച്ചു. ഹല്ലേലൂയ. പുറകെ പഠിച്ചവരൊന്ന് കൈ ഉയർത്തി എഴുന്നേറ്റെന്നൊന്ന് പറഞ്ഞ്, പുറകെ പഠിച്ചവരൊന്ന് കൈ എഴുന്നേറ്റെന്നൊന്ന് പറഞ്ഞ്, തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ടവൻ എന്നേക്കുമായൊരു തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ടവൻ എന്നേക്കുമായൊരു ബലിയർപ്പിച്ചു. ഓഹോ, എന്നിട്ട് പറഞ്ഞു തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ടവൻ എന്നേക്കുമായൊരു ബലിയർപ്പിച്ചു. ഇനിയും പഠിക്കാത്തവരൊന്ന് പെട്ടെന്നൊന്ന് കൈ ഉയർത്തി എഴുന്നേറ്റെന്നൊന്ന് പറഞ്ഞ്, തന്നെ തന്നെ ബലിയർപ്പിച്ചവൻ. ആടെ ചേട്ടൻ അവിടുന്ന് ഒച്ചത്തിൽ പറയുന്നത് തന്നെ തന്നെ ബലി അർപ്പിച്ചവൻ, തന്നെ തന്നെ അർപ്പിച്ചവൻ എന്നേക്കുമായൊരു ബലിയർപ്പിച്ചു. ഇനി ഒന്ന് നിർത്തി പറഞ്ഞ്, തന്നെ തന്നെ അർപ്പിച്ചു കൊണ്ടവൻ എന്നേക്കുമായുള്ളൊരു ബലിയർപ്പിച്ചു. ഒരു വർഷം പ്രസംഗിച്ചാൽ തീരുവോ ഇത്? ഒരു വർഷം ഇത് പ്രസംഗിച്ചാൽ തീരുവോ? എന്തോ രഹസ്യമാണ്. തന്നെ തന്നെ he offered himself. അവൻ തന്നെ തന്നെ അർപ്പിക്കുകയായിരുന്നു. അവൻ ബലിപീഠത്തിലേക്ക് പോയപ്പോൾ മറ്റു പുരോഹിതന്മാരെ പോലെ അവൻ്റെ കയ്യിൽ ആടില്ല, മാടില്ല, പ്രാവില്ല, ധാന്യമില്ല. കാരണം അവൻ അർപ്പിക്കാൻ പോകുന്നത് ആടോ മാടോ പ്രാവോ അല്ല, പിന്നെയോ തന്നെ തന്നെ. ഹല്ലേലൂയ. ബലിപീഠവും ബലിവസ്തുവും ബലിയർപ്പകനും ഒന്നായി മാറുന്ന അപൂർവമായ കാഴ്ച. ആരാ ബലിപീഠം? അവനാ ബലിപീഠം. ആരാ ബലിയർപ്പകൻ? അവനാ ബലിയർപ്പകൻ. ഹല്ലേലൂയ. ഓൾട്ടർ ആൻഡ് ദ ഓഫറർ ആൻഡ് ദ ഓഫറിംഗ് is one, that is Jesus. Hallelujah. He is the altar and he is the offerer and he is the offering. Hallelujah. He himself is the offering. എന്ത് വലിയ രഹസ്യമല്ലേ? The finished work of Jesus. ഇതാണ് യേശു കുരിശിൽ പൂർത്തീകരിച്ച പ്രവൃത്തി. ഇതാണ് ടെറ്റലസ്റ്റായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞോ, ഇതാണ് കുരിശിൽ പൂർത്തീകരിച്ച പ്രവൃത്തി. ഇതാണ് കുരിശിൽ പൂർത്തീകരിച്ച പ്രവൃത്തി. ഒരിക്കലായി തന്നെ തന്നെ ബലിയർപ്പിച്ചു. തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ടവൻ എന്നേക്കുമായൊരു ബലിയർപ്പിച്ചു. എത്ര നാളത്തേക്ക് അവൻ ബലിയർപ്പിച്ചിരിക്കുന്നേ? എന്നേക്കുമായി. അപ്പൊ ഇനി ഒരു ബലിയർപ്പണത്തിന്റെ ആവശ്യമുണ്ടോ? അപ്പൊ പിന്നെ എന്തിനാ ഈ ബലി വീണ്ടും വീണ്ടും ഇവിടെ അർപ്പിക്കപ്പെടുന്നത്? അതും ഇത് ഒന്നാ. കൈയടിച്ചൊന്ന് സ്തുതിച്ചേ. അതും ഇത് ഒന്നാ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതും ഇതും രണ്ടല്ല, അതും ഇത് ഒന്നാ. എന്നേക്കും ആയതുകൊണ്ടാ എന്നേക്കും അർപ്പിക്കപ്പെടേണ്ടത്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് എന്നേക്കുമുള്ളതാണ്, അത് എന്നേക്കും നിലനിൽക്കുന്നതാണ്. അപ്പൊ പൂർണ്ണമായി രക്ഷിക്കാൻ പറ്റും. പറഞ്ഞു, എന്നെ പൂർണ്ണമായി രക്ഷിക്കാൻ പറ്റും. പറഞ്ഞു, എന്നെ പൂർണ്ണമായി രക്ഷിക്കാൻ പറ്റും. എൻ്റെ ബ്രദറെ, അങ്ങനൊന്നും പറഞ്ഞു വിടരുതേ. ഒരുപാട് കുരുക്കുകളില്ല ഞാൻ കുടുങ്ങിക്കിടക്കുന്നതെന്ന് പറയുന്നവരൊന്ന് കരമുയർത്തിക്കേ. ഒത്തിരി കുരുക്കുകളിലാണ് ഞാൻ കുടുങ്ങിക്കിടക്കുന്നതെന്ന് പറയുന്നവരൊന്ന് കരമുയർത്തിക്കേ. ഈ പദം നിങ്ങളോട് ഞാൻ പ്രവചിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഈ പദം നിങ്ങളോട് ഞാൻ പ്രവചിക്കുകയാണ്. ഈ പദം നിങ്ങളുടെ വീട്ടിൽ കയറട്ടെ. ഈ വചനം നിങ്ങളുടെ വീട്ടിൽ കയറട്ടെ. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി. ആരാ നീ? ആരാ ഞാൻ? പറഞ്ഞോ.
പൂർണ്ണമായി രക്ഷിക്കുക. ഈശോയിലൂടെ പിതാവായ ദൈവത്തെ സമീപിക്കുന്ന എന്നെ പൂർണ്ണമായി രക്ഷിക്കാൻ. പറഞ്ഞോ, ഈശോയിലൂടെ പിതാവായ ദൈവത്തെ സമീപിക്കുന്ന എന്നെ പൂർണ്ണമായി രക്ഷിക്കാൻ അവിടുന്ന് മതിയായവനാണ്. ഹല്ലേലൂയ, 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 ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിന്ന് രാവിലെ ഈ പദം വായിച്ച് ധ്യാനിക്കുകയായിരുന്നു. ഞങ്ങൾ ഇന്നലെ എറണാകുളത്ത് താമസം. അപ്പോൾ എറണാകുളത്ത് ഈ പദം ധ്യാനിച്ച് വായിക്കുകയായിരുന്നു. അപ്പോൾ ഈ പദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് പഠിക്കുകയായിരുന്നു. ഈ പദത്തിൻ്റെ അർത്ഥം പഠിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന അർത്ഥം എനിക്ക് മനസ്സിലായി കിട്ടിയത്. എന്താണ് പദത്തിൻ്റെ ഞെട്ടിക്കുന്ന അർത്ഥം എന്നറിയാമോ? ശ്രദ്ധിച്ച് കേൾക്കുക. ഈ പൂർണ്ണമായി രക്ഷിക്കുക എന്ന പദത്തിന് ഗ്രീക്ക് ഭാഷയിൽ എബ്രായ ലേഖനം എഴുതുമ്പോൾ കൊടുത്തിരിക്കുന്ന പദത്തിൻ്റെ അർത്ഥമാണ് ഞാൻ ഈ പറയുന്നത്. ശ്രദ്ധിച്ച് കേട്ടോ. ഒരു സ്ഥലത്ത് രക്ഷകനായിട്ട് ഒരാൾ വരികയാണ്. നോക്കൂ. ഇപ്പോൾ നിങ്ങൾ ഒരു ഹാളിൽ നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുക. ആ ഹാളിൽ പെട്ടെന്ന് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നു. അവിടെ എല്ലാം തീ പിടിച്ചിരിക്കുന്നു. നിങ്ങളെ അവിടുന്ന് രക്ഷിക്കണം. അപ്പോൾ നിങ്ങൾക്ക് സ്വയമായിട്ട് രക്ഷപ്പെടാൻ കഴിയാത്തൊരവസ്ഥയിലാണെന്നും കൂടെ ചിന്തിക്കുക. നിങ്ങൾ സ്വയമായിട്ട് രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അപ്പോൾ ഈ സേവ്യർ അല്ലെങ്കിൽ ഈ രക്ഷകൻ എന്ന് പറയുന്ന ആൾ അവിടെ അവതരിക്കുകയാണ്. ഈ സേവ്യർ അല്ലെങ്കിൽ രക്ഷകൻ എന്ന് പറയുന്ന ആൾ അവതരിച്ചിട്ട് എന്താ ചെയ്യുന്നതെന്നറിയാമോ? അയാൾ നിങ്ങളെ പൂർണ്ണമായി രക്ഷിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു കേടുപാടോ ദോഷമോ നിങ്ങൾക്ക് വരാതെ, ഹല്ലേലൂയ, തീ നിങ്ങളെ തൊടാതെ, ഓ ഹല്ലേലൂയ, ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് സംഭവിച്ച അനർത്ഥത്തിൻ്റെ ഒരു കോട്ടവും നിങ്ങളെ ബാധിക്കാതെ നിങ്ങളെ പൂർണ്ണമായി അതിനകത്തുനിന്ന് രക്ഷിച്ച് സുരക്ഷിതമായ ഒരു സ്ഥാനത്തെത്തിക്കുന്നതിനെയാണ് പൂർണ്ണമായി രക്ഷിക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രശ്നമുള്ളയിടത്ത് നിങ്ങളെ കൊണ്ടുവിട്ടു എന്നല്ല അർത്ഥം. പ്രശ്നബാധിതമായ സ്ഥലത്തുനിന്ന് പൂർണ്ണമായി രക്ഷിച്ച് ഒരു പ്രശ്നവുമില്ലാത്ത ഇടത്ത് നിങ്ങളെ ഭദ്രമായി സൂക്ഷിക്കുക എന്നതാണ് പൂർണ്ണമായി രക്ഷിക്കുക എന്നതിന്റെ അർത്ഥം. ഇതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ ചെയ്തത്. എന്താ ഈശോ കുരിശിൽ ചെയ്തത്? തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി അവിടുന്ന് രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഉച്ചത്തിൽ പറഞ്ഞു, പൂർണ്ണമായി രക്ഷിച്ചിരിക്കുന്നു. അതിന് അവിടുന്ന് കൊടുക്കേണ്ടി വന്ന വില എന്താണ്? ആ വിലയാണ് നമ്മൾ തൊട്ട് താഴെ വായിച്ചത്. അവൻ തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കൽ ബലിയർപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, തന്നെ അർപ്പിച്ചുകൊണ്ട് അവൻ എന്നേക്കുമായി ഒരിക്കൽ ബലിയർപ്പിച്ചിരിക്കുന്നു. ഒച്ചത്തിലൊന്ന് കരമുയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൂർണ്ണമായി രക്ഷിക്കാൻ കഴിയുള്ളവൻ. ഇത് ഈ വചനം പറയുമ്പോൾ തന്നെ എത്ര പേര് ഇത് കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളായിരിക്കുന്ന അവസ്ഥ എന്തുവായിക്കട്ടെ, എൻ്റെ ബ്രദറെ, ഞാൻ ഇന്ന് ഈ വചനം അങ്ങ് ഏറ്റെടുക്കുക. എൻ്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. എനിക്ക് പറഞ്ഞു പോലും വിശദീകരിക്കാൻ കഴിയാത്ത വലിയ പെടലാണ് ഞാൻ പെട്ടിരിക്കുന്നത്. തയ്യാറായിക്കോ? ഞാൻ ആവർത്തിച്ച് പറയാം, നിങ്ങളെ രക്ഷിച്ചിട്ടേ അവിടുന്ന് കടന്നു പോകുകയുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ കൈയടിച്ചു സ്വീകരിച്ചേ, വിളിച്ചേ, ഈശോയെ എന്ന് വിളിച്ചേ. പരിശുദ്ധാത്മാവേ, ഓരോ കുടുംബങ്ങളിലേക്കും വചനത്തെ അയക്കണമേ. വിളിച്ചു സ്വീകരിച്ചോ വചനം. രണ്ടാമത്തെ അർത്ഥം പറയാം. രണ്ടാമത്തെ അർത്ഥം, ഒരു വ്യക്തി മാനസികമായ സംഘർഷത്തിലൂടെ കടന്നു പോകുകയാണെങ്കിൽ ആ മാനസികമായ സംഘർഷത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയെ മാനസികമായ അവസ്ഥയിൽ നിന്നും വേറൊരാൾ ശാരീരിക പീഡയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ആ വ്യക്തിയെ ശാരീരിക പീഡയിൽ നിന്നും മറ്റൊരാൾ സാമ്പത്തികമായ പ്രശ്നത്തിൽ കടന്നു പോവുകയാണെങ്കിൽ അയാളെ സാമ്പത്തിക മേഖലയിൽ പ്രശ്നത്തിൽ നിന്നും പൂർണ്ണമായി രക്ഷിക്കാൻ അവിടത്തേക്ക് കഴിയും. കാരണം അവൻ നിനക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടവനാണ്. അവൻ നിനക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ടവനാണ്. ഇത് രണ്ടാണ്. തന്നെ അർപ്പിച്ചത് വേറെയാണ്, തന്നെ ബലിയർപ്പിച്ചത് വേറെ. ഇപ്പൊ പ്രസംഗിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇതൊന്ന് ആവർത്തിച്ച് പറഞ്ഞു. എനിക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടവനാണ് അവൻ. അതിന്റെ ഒന്നാമത്തെ അർത്ഥം എന്താണെന്നറിയോ? ഹി വാസ് അപ്പോയിന്റഡ് ഫോർ us.
ഹി വാസ് അപ്പോയിന്റഡ് ഫോർ us. അവൻ നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് വേണ്ടി അവൻ നിയോഗിക്കപ്പെട്ടവനാണ്. അവൻ നമുക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നമുക്ക് വേണ്ടി അവൻ തന്നെ തകർത്തവനാണവൻ എന്ന് പറഞ്ഞാൽ എന്നെ രക്ഷിക്കാൻ താൻ സ്വയം തകർച്ച ഏറ്റെടുത്തവനാണവൻ. The first one is he was appointed for us, and the second meaning is he sacrificed himself. He died, willingly endured to the cross. സ്വയ തീരുമാനത്തിലൂടെ കുരിശിലേക്ക് നടന്നവനാണവൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുരിശാരും അവനെ അടിച്ചേൽപ്പിച്ചതല്ലായിരുന്നു. അവൻ സ്വയ തീരുമാനത്തിലൂടെ കുരിശ് ചുമന്നവനും കുരിശിൽ കയറിയവനും കുരിശിൽ മരിച്ചവനുമായിരുന്നു. ഓ ഹല്ലേലൂയ. അതുകൊണ്ടാണ് നിന്നെ പൂർണ്ണമായി രക്ഷിക്കാൻ പറ്റുന്നേ. ഇന്ന് ഒരു പിശാചിനും നിന്റെ പുറകെ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഒരു പിശാചിനും നിന്നെ പുറകിൽ നിന്ന് പിടിക്കാൻ പറ്റില്ല. കാരണം നിന്നെ രക്ഷിക്കാൻ അവൻ കൊടുക്കേണ്ടി വന്ന വില അവൻ്റെ തിരു രക്തമാണ്, അവിടുത്തെ തിരു ശരീരമാണ്. ആ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും വിലയുടെ മുമ്പിൽ ഒരു പിശാചിനും നിന്റെ മേൽ ക്ലെയിം ചെയ്യാൻ അധികാരമില്ല. കൈയടിച്ചു സ്തുതിച്ചോ പ്രിയപ്പെട്ടവരെ, കൈയടിച്ചു സ്തുതിച്ചോ, വേഗത്തിൽ സ്വീകരിച്ചോ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞോ, ഇന്ന് ശക്തമായിട്ട് ഏറ്റെടുത്തോ, ഈശോയേന്ന് വിളിച്ചോ. നിന്നെ പൂർണ്ണമായി രക്ഷിക്കാൻ അവിടത്തേക്ക് പറ്റും. നിന്നെ പൂർണ്ണമായി രക്ഷിക്കാൻ അവിടത്തേക്ക് പറ്റും. കൈയടിച്ച് സ്തോത്രം ചെയ്ത് സ്വീകരിച്ചു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്വീകരിച്ചു. യേശുവിന്റെ നാമത്തിൽ തുടങ്ങട്ടെ, തുടങ്ങട്ടെ, തുടങ്ങട്ടെ. ഒരൊറ്റ മുതൽ സൗഖ്യത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി വ്യാപിച്ചു തുടങ്ങട്ടെ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് 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 കൃപ 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 പറഞ്ഞോ പറഞ്ഞോ, കൃപ കൃപ, ദൈവമേ കൃപ, ഈശോയെ കൃപ പറഞ്ഞോ, ഈശോയെ കൃപ, പരിശുദ്ധാത്മാവേ കൃപ. ഏതറ്റം വരെ പോയും നിന്നെ ഇന്ന് അവൻ രക്ഷിച്ചിരിക്കും. ഏതറ്റം വരെ പോയും നിന്നെ ഇന്ന് അവൻ രക്ഷിച്ചിരിക്കും. ഏത് കുഴിയിലിറങ്ങി നിന്നെ അവൻ പൊക്കിയിരിക്കും. ഏത് ബന്ധനവും അഴിച്ചവൻ നിന്നെ രക്ഷിച്ചിരിക്കും. കാരണം അവൻ നിനക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടവനാണ്. രണ്ട്, അവൻ നിനക്ക് വേണ്ടി ബലിയായി മാറിയവനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമുയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിടത്തില്ല, വിടത്തില്ല, വിടത്തില്ല. നിനക്കായി ബലിയായവനാണവൻ, നിനക്കായി ബലിയായവനാണവൻ, നിനക്കായി ബലിയായവനാണവൻ. ഓ ജീസസ്, നിന്റെ ചൂടും ചൂരും അറിയാവുന്നവനാണവൻ. നിന്റെ വീഴ്ചയും നിന്റെ കിതപ്പും നിന്റെ കിടപ്പും നിന്റെ എടുപ്പും എല്ലാം അറിയാവുന്നവനാവൻ. വിളിച്ചോ, ഈശോയേ, ഈശോയേ, ഈശോയേ. ഓ നിറയട്ടെ, നിറയട്ടെ, പരിശുദ്ധാത്മാവിൽ നിറയട്ടെ, ശക്തിയിൽ നിറയട്ടെ. പൂർണ്ണമായി പൂർണ്ണമായി ഇറങ്ങിയിട്ടുണ്ട്. ഈ ഹാളിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ആയിരക്കണക്കിന് മക്കൾ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. അവരെ തൊടാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഡിവൈനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഓൺലൈനിൽ ശുശ്രൂഷ നീ പങ്കെടുത്തോണ്ടിരിക്കുമ്പോ നിന്നെ സ്പർശിക്കാൻ അവൻ ഇറങ്ങിയിട്ടുണ്ട്. മടിക്കണ്ട, മടിക്കണ്ട, വിളിച്ചോ, കൈവച്ചോ. എന്നിൽ സമീപിക്കുന്നവരെ രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. ഈശോയെ രക്ഷിക്കുന്ന കർത്താവേ, പൂർണ്ണമായി രക്ഷിക്കുന്ന ഈശോയെ, പൂർണ്ണമായി രക്ഷിക്കുന്ന കർത്താവേ. ഓ ഈശോ, 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 ഈശോ. പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് വലിയ 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 വിഷയമാണ്. ഓ ഹല്ലേലൂയ, ഭയങ്കര വലിയ വിഷയമാണ്. പൂർണ്ണമായി രക്ഷിക്കാൻ അവന് മൃഗബലിയും നരബലിയും ഒക്കെ അവിടെ നടക്കുന്നുണ്ടല്ലോ. അവിടുത്തെ ടാബർനാക്കളിനകത്ത് 12 ബ്രെഡ് ഉണ്ടാക്കി മാറ്റി വെക്കുവാൻ. പഴയ നിയമത്തിൽ ആടിനെയും മാടിനെയും അർപ്പിക്കുന്ന ബലി അവിടെ നടക്കുമ്പോൾ, യാഗപീഠത്തിൽ ആടിനെയും മാടിനെയും അർപ്പിക്കുമ്പോൾ കൃപാസനത്തിനകത്ത്, ടാബർനാക്കളിനകത്ത് 12 അപ്പം ഉണ്ടാക്കി മാറ്റി വെക്കുവാൻ. ആ അപ്പം പുരോഹിതനല്ലാതെ ആർക്കും ഭക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, അവിടെ ആടും മാടും അർപ്പിക്കപ്പെടുമ്പോഴും അകത്ത്
12 കാഴ്ചയപ്പം, ബ്രെഡ് ഓഫ് പ്രസൻസ് സൂക്ഷിച്ചു വെച്ചിരുന്നു. ആ 12 അപ്പം 12 ഗോത്രത്തെ പ്രതിദാനം ചെയ്യുന്നു. ഹല്ലേലൂയ. 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 When there was animal slaughtering and killing, innocent animals was going on inside the tabernacle, there were 12 breads, loaves were kept. It represents Christ. The 12 breads were the representation of 12 tribes. 12 tribes. I will be explaining this tomorrow. ഞാൻ നാളെ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ഓൺലൈൻ വേണമെങ്കിൽ ആ ശുശ്രൂഷയിൽ നാളെ പങ്കെടുക്കാൻ കഴിയും. ഇത് വലിയ അങ്ങേയറ്റം ഗൗരവമായൊരു വിഷയമാണ്. എന്തുകൊണ്ട് ഈശോ പറഞ്ഞു ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ്? ഹല്ലേലൂയ. ഭയങ്കര രഹസ്യമാണ്. ബ്രെഡ് ഓഫ് പ്രസൻസ് ഉണ്ട്. ബ്രെഡ് ഓഫ് പ്രസൻസ് ഉണ്ട്. കാഴ്ചയപ്പം 12 എടുത്ത് മാറ്റി വെച്ചിരിക്കുക. അത് സാധാരണക്കാരന് ഭക്ഷിക്കാൻ പറ്റില്ല. ഇതിൽ നിന്നാണ് ദാവീദ് ഭക്ഷിച്ചത്. ഇതാണ് സാബത്ത് നാളിൽ ഈശോ പറയുന്നത്. കതിര് പറിച്ചു തിന്ന് ശിഷ്യന്മാര്, ഓർമ്മയുണ്ടോ പശ്ചാത്തലം? വയലിൽ കൂടെ പോകുമ്പം ശിഷ്യന്മാര് കതിര് പറിച്ചു തിന്നപ്പോൾ കർത്താവെ നിന്റെ ശിഷ്യന്മാർ സാബത്തിൽ കതിര് പറിച്ച് തിന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, ദാവീദ് ദേവാലയത്തിനകത്ത് പുരോഹിതന് മാത്രം പ്രിസർവ് ചെയ്ത് വെച്ചിരുന്ന അപ്പമെടുത്ത് ഭക്ഷിച്ചല്ലോ. ശരിക്കും ദാവീദ് സ്വീകരിച്ചത് കുർബാനയാണ്. ശരിക്കും ദാവീദ് സ്വീകരിച്ചത് കുർബാനയാണ്. ഹല്ലേലൂയ. ഇത് പുരോഹിതന് മാത്രം റിസർവ് ചെയ്ത് വെച്ചിരുന്ന അതെടുത്ത് ദാവീദ് ഭക്ഷിച്ചില്ലേ? ഇവിടെ ഇതാ ദേവാലയത്തേക്കാൾ വലിയവൻ, ഇവിടെ ഇതാ സാബത്തിനും കർത്താവായവൻ. ഭയങ്കര രഹസ്യമാണ്. അത് ഇങ്ങനെ ഒരു മൂഡിലിരുന്ന് പഠിപ്പിക്കാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ ഇത്ര മാത്രം കേട്ട് വിശ്വസിച്ച് ഏറ്റെടുത്തു, എന്നെ പൂർണ്ണമായി രക്ഷിക്കാൻ അവിടത്തേക്ക് കഴിയും. അത്രയും മതി പറഞ്ഞു. എന്നെ പൂർണ്ണമായി രക്ഷിക്കാൻ അവിടത്തേക്ക് കഴിയും. എന്തുകൊണ്ട് എന്നെ പൂർണ്ണമായി രക്ഷിക്കാൻ അവിടത്തേക്ക് കഴിയും? പരിശുദ്ധനും അർപ്പിച്ചവനും ബലി അർപ്പിച്ചവനും അവനാണ്. ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി. ഹല്ലേലൂയ. ആ അർപ്പണത്തിന്റെ യോഗ്യതയാൽ. അതുകൊണ്ടാണ് വിശുദ്ധ ഫൗസ്റ്റീനയെ കർത്താവ് പഠിപ്പിച്ചപ്പോൾ ആ പ്രാർത്ഥന അങ്ങ് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്ത് പിതാവേ ഞങ്ങളുടെ മേലും പറഞ്ഞു ഓർക്കേണ്ടത് എന്താ? ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്ത്. വിശുദ്ധ ഫൗസ്റ്റീനയെ കർത്താവ് കരുണയുടെ അപ്പോസ്തലയായി വിളിച്ച് ദൈവകാരുണ്യത്തിന്റെ നദിയിൽ ആ വിശുദ്ധയെ ആറാടുമ്പോൾ ഉണ്ടല്ലോ, എന്നാ സംഭവിച്ചതെന്നറിയാമോ? വിശുദ്ധയെ കൊണ്ട് ദൈവം കാണിച്ചു കൊടുത്തു ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ആഴം, അതിൻ്റെ പരപ്പ്. അത് മുഴുവൻ വരുന്ന എവിടെ നിന്നാണെന്നറിയാമോ? അർപ്പിച്ചു, ബലിയർപ്പിച്ചു. പറഞ്ഞു, അത് 2 പദം ഒന്ന് പറഞ്ഞു. ഒരിക്കലായി എന്നേക്കും. ആ വാക്യം തന്നെ നമുക്കൊന്ന് വായിച്ച് അവസാനിപ്പിക്കാം. നിങ്ങൾ ആ വചനം മറന്നു പോകരുത്. എഴുതിയെടുത്തതാണ്. ഇതൊന്ന് പഠിക്കണം, ഇത് വായിക്കണം. എബ്രായ ലേഖനം 7-ാം അധ്യായം വായിക്കണം. എബ്രായ ലേഖനം 4-ാം അധ്യായം വായിക്കണം. 4, 7 കണക്റ്റഡ് ആണ്. പിന്നെ കണക്റ്റഡ് ആകുന്നത് 11-ാം അധ്യായമാണ്. 4, 7, 11 അങ്ങനെ എബ്രായ ലേഖനം പോകുന്നത്. When you connect, you have to connect chapter 4 to chapter 7, then you can connect with chapter 7 to 11. Okay. ഹെബ്രായർ 7:27. എബ്രായർ 7:27 രണ്ടാം ഭാഗം. അവൻ ബലിയർപ്പിക്കേണ്ടതിനായി അവൻ തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കൽ ബലിയർപ്പിച്ചിരിക്കുന്നു. അപ്പൊ അത് നമുക്കൊന്ന് ഒരുമിച്ചൊന്ന് പറയാം. അവൻ തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കൽ. ആ പദം ഒന്ന് പറഞ്ഞു. ഒരിക്കൽ തന്നെ അർപ്പിച്ചുകൊണ്ടവൻ എന്നേക്കുമായി ഒരിക്കൽ ബലിയർപ്പിച്ചു.